أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهداء لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൂറത്ത് നിസായിലെ 25-ാമത്തെ ആയത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് സൂറത്ത് നിസായിലെ 26, 27, 28 ആയത്തുകൾ കുറിച്ചൊന്ന് സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ്. ആദ്യ ഭാഗം പറയുന്നത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഫി റിയാദ് തഫ്സീറിൽ നിന്നാണ്. യുരീദുല്ലാഹു ലിബയ്യിൻ ലക്കും. ഇതിൽ അള്ളാഹു പറയുന്നത് യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹദിയക്കും സനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബു അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. വല്ലാഹു യുരീദു അൻ യതൂബു അലൈക്കും വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമ. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫ. ഇത്രയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് ലിയുബയ്യിന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി. അപ്പോൾ എന്താണ് വ്യക്തമാക്കി തരുന്നത്? ശരീഅ ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ ശരീഅത്ത് നിയമങ്ങളാണ് വ്യക്തമാക്കി തന്നത്. അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചായിരുന്നു. പുരുഷന്മാർ ആര് വിവാഹം കഴിക്കണം, എത്ര വിവാഹം കഴിക്കണം, ആര് വിവാഹം കഴിച്ചുകൂടാ, അടിമ സ്ത്രീകൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, ഈ പറഞ്ഞതിലൂടെ ഒക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീഅത്ത് ദീനിക്കും, നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരാണ്. ഇതാണ് അള്ളാഹിൻ്റെ ദീനിൻ്റെ നിയമം. മസാലിഹ അംരിക്കും, അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളുടെ ഹിതങ്ങൾ, ഇതിൻ്റെ ശരി വശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. വയഹദീക്കും സുനനുല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ മുൻഗാമികളായ ആളുകളുടെ ചര്യയെ നിങ്ങൾ പിൻപറ്റാൻ വേണ്ടിയും നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി തരാനും അതുപോലെ നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടിയാണ്. അപ്പോൾ അത് മുൻഗാമികളുടെ നല്ല നടപടികൾ എന്ന് പറഞ്ഞാൽ എന്താ? തൊറായിക്കൽ അംബിയ ഐ ഫി തഹലീലി വ തഹരീം, ഈ വിഷയങ്ങളിലുള്ള ഹറാമ് ഹലാല് വിഷയങ്ങളിൽ അമ്പിയാക്കന്മാരുടെ വഴി നിങ്ങൾ കാണിച്ചു തരാനും. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ഹറാമ് ഹലാല് എന്ന വിഷയങ്ങളിലൊക്കെ അമ്പിയാക്കന്മാരുടെ വഴി എന്താണ്, അത് നിങ്ങൾക്ക് കാട്ടിത്തരാനും വേണ്ടിയാണ്. അതിലേക്ക് നിങ്ങളെ മാർഗദർശനം ചെയ്യാനും വേണ്ടിയാണ്. വയതൂബു അലൈക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പാശ്ചാത്തപം സ്വീകരിക്കാൻ വേണ്ടിയുമാണ്. യർജിഅബിക്കും അൻ മസീഅത്തിഹി അല്ലത്തി കുൻതും അലൈഹ ഇലാ ത്വാഅത്തിഹി. തൗബ സ്വീകരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യർജിഅബിക്കും അൻ മസീഅത്തിഹി, നിങ്ങൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങാൻ വേണ്ടി. അല്ലത്തി കുൻതും, നിങ്ങളുള്ള അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മടങ്ങാൻ വേണ്ടി. അലൈഹ ഇലാ ത്വാഅത്തി, അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് പറഞ്ഞു തരാണ്. ഇതാണ് അള്ളാഹിൻ്റെ നിയമം, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇതാണ് അമ്പിയാക്കന്മാരുടെ രീതി, ഇതാണ് മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങളുടെ അവസ്ഥ, ഇതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ നിയമതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിയമത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മടങ്ങിക്കോളാൻ, അതിന് തൗബ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തോന്നിയ രൂപത്തിലായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക.
അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ, അള്ളാഹിൻ്റെ ദീൻ്റെ നിയമങ്ങളെ പാലിക്കാൻ. അള്ളാഹു അലീമുൻ ഹക്കീം ബിക്കും ഫീമ ദബ്ബറഹു ലക്കും. അള്ളാഹു അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കായി ആസൂത്രണം ചെയ്ത വിഷയത്തിൽ അവൻ അലീമുൻ ഹക്കീമുമാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ നിയമങ്ങൾ അവൻ സജ്ജീകരിച്ചല്ലോ, കല്യാണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ആ വിഷയങ്ങളിൽ അവൻ എല്ലാം അറിയുന്നവനും അവൻ അതിൻ്റെ വിഷയത്തിൽ തന്ത്രജ്ഞനുമാണ്, ഹിക്മത്തുടയവനുമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഹിക്മത്ത് അറിയണമെന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയണമെന്നില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? അള്ളാഹിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനാണ് വേണ്ടത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു വീണ്ടും എടുത്തു പറയാണ്. തൗബൻ്റെ കാര്യം മുമ്പ് പറഞ്ഞു, വീണ്ടും അത് എടുത്തു പറയാണ്. അള്ളാഹു നിങ്ങളടുത്ത് ആഗ്രഹിക്കുന്നത് തൗബയാണ് കേട്ടോ എന്ന് പറയുന്നത് ഒന്ന് മഹാന്മാരെ വിശദീകരിക്കുന്ന അതിൻ്റെ എംഫസിസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ഇതിൽ പല പിഴവുകളും പറ്റിയിട്ടുണ്ടാവും. മുൻകഴിഞ്ഞ ആളുകൾ പലരും അവരുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചിരുന്നു, അവരുടെ ജ്യേഷ്ഠൻ്റെ അനിയത്തിൻ്റെയൊക്കെ മക്കളെ വിവാഹം കഴിച്ചിരുന്നു, അമ്മായിമാരെ വിവാഹം കഴിച്ചിരുന്നു, ചിലർ 4 വിവാഹം കഴിച്ചിരുന്നു. അതുപോലെ അടിമ സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. അപ്പോൾ അള്ളാഹു അവിടെ അവരിൽ നിന്ന് തൗബ ഉപദേശിക്കുന്നുണ്ട്, യതൂബു അലൈക്കും. അപ്പോൾ അള്ളാഹ് ആ കാര്യത്തിന് ഒന്നും കൂടി ഊന്നൽ നൽകി പറയാണ്, വല്ലാഹു യുരീദു അൻ യതൂബു അലൈക്കും. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഉള്ള തൗബയാണ്. കററഹ ലി യബ്നി അലിഹ. അപ്പോൾ ഷെയ്ഖ് പറയുന്നത് ഇവിടെ അള്ളാഹു ഇതിനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അതിൻ്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മുകളിലുള്ള മറ്റു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വയുരീദൂനി യത്തബിഊന ഷഹവാത്ത്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താ? വയുരീദുല്ലദീന യത്തബിഊന ഷഹവാത്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഷഹവാത്തുകളെ പിന്തുടരാൻ വേണ്ടിയാ, നിങ്ങളുടെ ദേഹേച്ഛകളെ പിന്തുടരാൻ വേണ്ടിയാ. അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദ വൻ നസാറ വൽ മജൂസ വദുന. ജൂതന്മാരും നസാറാക്കളും മജൂസികളും വ്യഭിചാരത്തിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ആളുകളും അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ തന്നിഷ്ടങ്ങളെ, ദേഹേച്ഛകളെ മാത്രം പിന്തുടരാനാണ്. തമീലു മൈലൻ അലീമ. ഏറ്റവും മോശമായ, ഏറ്റവും വലിയ വൈകേടിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് അവരാഗ്രഹിക്കുന്നത്. ഉരീദുല്ലാഹു അൻ യുഹഫിഫു അൻകും. അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? യുഹഫിഫു അൻകും, നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ ഏറ്റവും വലിയ വൈകേടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് ആഗ്രഹിക്കുന്നതോ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ വേണ്ടിയാണ്. യുസഹില അലൈക്കും അഹ്കാമ ശറഅ. ശരീഅത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനാണ്. വഖുലിക്കൽ ഇൻസാന ദഈഫ. കാരണം മനുഷ്യൻ അള്ളാഹു പടച്ചത് ബലഹീനനായിട്ടാണ്, ദുർബലനായിട്ടാണ്. ലാ യസ്ബിറു അനിൻ നിസാ വശഹവാത്ത്. എന്താ അവൻ്റെ ബലഹീനത? ലാ യസ്ബിറു അനിൻ നിസാ. സ്ത്രീകളുടെ വിഷയത്തിൽ അവർക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റൂല. വശഹവാത്ത്, അതുപോലെ തന്നെ ദേഹേച്ഛകളുടെ വിഷയത്തിൽ അവർക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ അള്ളാഹു പടച്ചത്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഈ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം ചെയ്യാനും അതുപോലെ അവരുടെ ബലഹീനത പരിഗണിച്ചുമൊക്കെയാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ മനുഷ്യനെ പുരുഷനായി പഠിച്ചു, സ്ത്രീയായിട്ട് പഠിച്ചു, ചിലർ അടിമകളായി പഠിച്ചു, ചിലർ സ്വതന്ത്രരായി പഠിച്ചു. ഈ പഠിച്ച ഓരോരുത്തർക്കും അള്ളാഹു ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പുരുഷനൊരു നിയമം, സ്ത്രീക്കൊരു നിയമം, അടിമ സ്ത്രീക്കൊരു നിയമം, അടിമ ആയ പുരുഷനൊരു നിയമം, സ്വതന്ത്രരായ മനുഷ്യരൊരു നിയമം, സ്വതന്ത്രരല്ലാത്തവർക്ക് വേറെ നിയമം. ഇതൊക്കെ അള്ളാഹു ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ അള്ളാഹ്ക്കറിയാം. ഈ വിഷയങ്ങളൊക്കെ ഓരോരുത്തരെയും അള്ളാഹാണല്ലോ ഇവരൊക്കെ പഠിച്ചത്. ആ ഓരോ പടപ്പിൻ്റെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും അള്ളാഹുക്കറിയാം. ഒന്നും ഈക്വലല്ല. അടിമകളും അടിമകളല്ലാത്തവരും ഈക്വലല്ല. എന്നാൽ ആന്തരികമായ ഒരു ഈക്വലാണ്, ആത്മീയമായ ഒരു ഈക്വലാണ്. പക്ഷേ അവരെ പല വിഷയങ്ങളിലും അവർ ഈക്വലല്ല. അതുപോലെ തന്നെ അവർ സ്ത്രീയും പുരുഷനും ഈക്വലല്ല. സ്ത്രീയെ അള്ളാഹു വേറെ രൂപത്തിലാണ് പഠിച്ചത്, പുരുഷനെ വേറെ രൂപത്തിലാണ് പഠിച്ചത്. സ്ത്രീൻ്റെ ആഗ്രഹങ്ങളും സ്ത്രീൻ്റെ ചിന്തകളും വെച്ച് പുരുഷനെ അളക്കാൻ പാടില്ല. പുരുഷൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും വെച്ചിട്ട് സ്ത്രീനെ അളക്കാനും പാടില്ല. എല്ലാവർക്കും അള്ളാഹു വ്യത്യസ്തമായ നിയമങ്ങളാണ് സംവിധാനിച്ചത്. ആ നിയമങ്ങളാണ്, പ്രത്യേകിച്ചും വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആളുകളെ കല്യാണം കഴിക്കണം, ഇത്ര കല്യാണം കഴിക്കണം, ഇത് ചെയ്തില്ല ഇങ്ങനെ എന്നൊക്കെ അള്ളാഹു ദീൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നു.
ആ പുരുഷൻ അത് പാലിക്കണം. സ്ത്രീൻ്റെ വിഷയത്തിന് വ്യക്തമാക്കി തന്നു, സ്ത്രീ അത് പാലിക്കണം. സ്ത്രീ ചിന്തിക്കരുത് എന്തിനാ പുരുഷൻ ഇങ്ങനെ, പുരുഷൻ ചിന്തിക്കരുത് എന്തിനാ സ്ത്രീക്ക് ഇങ്ങനെ, സ്വതന്ത്രരായ ആളുകൾ ചിന്തിക്കരുത് എന്തുകൊണ്ടാണ് അടിമ സ്ത്രീകൾക്ക് ഇങ്ങനെ, അടിമ സ്ത്രീകൾ ചിന്തിക്കരുത് എന്തുകൊണ്ടാണ് സ്വതന്ത്രരായവർക്ക് ഇങ്ങനെ. അള്ളാഹിൻ്റെ നിയമം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ തൗബ, നമ്മൾ അതിലൊക്കെ പലതിലും വീഴ്ചകൾ വരുന്നുണ്ടാവും. മുമ്പുള്ള ആളുകളൊക്കെ വീഴ്ചകൾ വരുത്തിയിരുന്നത് പലപ്പോഴും ഇപ്പോൾ ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ അവരൊക്കെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ അമ്മായിമാരെ കല്യാണം കഴിച്ചത്, അവരുടെ സഹോദരന്മാരുടെ മക്കളെ കല്യാണം കഴിച്ചത്, അതുപോലെ സഹോദരിമാരെ തന്നെ കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേശികളായ ആളുകൾ 100-200 കല്യാണം കഴിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ തെറ്റാണ്. അതൊരിക്കലും ആ കാര്യങ്ങൾ അവർ ചെയ്യാൻ പാടില്ല. അള്ളാഹിൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറണം. അള്ളാഹിൻ്റെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ അനുസരിക്കണം. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങണം. അതുപോലെ തന്നെ സ്ത്രീകളും ചെയ്യണം. ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മളുടേതായ ഇപ്പോൾ ഒരു ഫെമിനിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് തോന്നിയ പോലെയാണ് പുരുഷനെ പോലെയാണ് സ്ത്രീ, സ്ത്രീനെ പോലെയാണ് പുരുഷൻ, നമ്മൾ ഈക്വലാണ് എന്നാണ് നമ്മളുടെ ചിന്താഗതി. ഒരു തലത്തിൽ പറഞ്ഞാൽ ചില ആളുടെ വാദം സ്ത്രീകൾ പുരുഷന്മാരെ മുകളിലാണെന്നൊക്കെയാണ്, ഉടമകൾക്ക് മുകളിലാണെന്നൊക്കെ, അടിമകളാണ് രാജാക്കന്മാരെന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആഖ്യാനാണതൊക്കെ. അങ്ങനെ വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ താറുമാറായി പോകും. അവിടെ നമ്മൾ മുസ്ലിമീങ്ങളെ സമയമെടുത്തോളം, അള്ളാഹിനെ ഭയപ്പെടുന്ന ആളുകളെ സമയമെടുത്തോളം അള്ളാഹിൻ്റെ നിയമം എന്താണ് ഈ വിഷയത്തിൽ എന്ന് മാത്രം നോക്കാം. ആ നിയമത്തിനെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്കത് ഇഷ്ടമാണോ ഇല്ലേ, നമുക്കത് നമ്മളുടെ താല്പര്യങ്ങൾക്കും നമ്മളുടെ സമൂഹത്തിൻ്റെ കൾച്ചറിനും ഒക്കെ അനുസൃതമാണോ അല്ലേ എന്നൊന്നല്ല നമ്മൾ നോക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇപ്പോൾ ഇവിടെ മൈലൻ അദീമ മറ്റൊരു തഫ്സീറിൽ പറയുന്നത് കാണാം. ഇത് തഫ്സീർ റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹക്കി ബറൂസവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം. അൽ മൈലൻ അദീമ, ഇവിടെ ഒരു വൻതോതിലുള്ള വഴിതെറ്റിപ്പോക്ക് എന്ന് പറഞ്ഞല്ലോ. സാധാരണ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയല്ല, വൻതോതിൽ വഴിതെറ്റിപ്പോവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഐ ബിനിസ്ബത്തി ഇല മൈലിൻ മനി ഖത്തറഫ ഹതിഅതൻ അല നുദ്റത്തിൻ ബിലാ ഇസ്തിഹലാൽ. അപ്പോൾ വൻതോതിൽ വഴിതെറ്റിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം ഹറാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആ ഹറാമ് ചെയ്തു പോകുന്നതോ അതിനെ പറ്റിയല്ല. മൈലൻ അദീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ, ഒരു കാര്യം പ്രവർത്തിക്കലാണ്, അത് ഹലാലാണെന്നുള്ള അവസ്ഥയിൽ അതിനെ പറ്റി ഒരു പാശ്ചാത്താപവും ഇല്ലാത്ത അവസ്ഥയിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു കാര്യത്തിനെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ നമ്മൾ നോക്കുക, നമ്മളെ കാഴ്ചപ്പാടുകൾ ദീൻ്റെ കാഴ്ചപ്പാടുകൾക്ക് എതിരാണെങ്കിൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഹലാലാണ്, അങ്ങനെയൊക്കെ ചെയ്യലാണ് ഇതിൻ്റെയൊക്കെ രീതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് മൈലൻ അദീമ, ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൻതോതിലുള്ള വഴിതെറ്റിപ്പോക്ക് എന്ന് പറഞ്ഞതിൻ്റെ സാരം. അതൊക്കെ അല്ലാഹു തബാറക വ തആല അല്ലാഹു തആല പറഞ്ഞു ഫി ഹാദിൽ ആയാത്ത്, ഈ ആയാത്തുകളിൽ അന്നഹു യുരീദു ലനാ അർബഅത അഷിയാഅൻ, അല്ലാഹു നമ്മുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്നുണ്ട് 4 കാര്യങ്ങൾ. ബിഫദ്ലില്ലാഹി തബാറക, അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് 4 കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് അള്ളാഹു ഉപദേശിക്കുന്നുണ്ട്. യുരീദു അൻ യുബയ്യിന ലന ശരീഅ, ഒന്നാമത്തത് അള്ളാഹു ഉപദേശിക്കുന്നത് അള്ളാഹു നമുക്ക് നമ്മളെ ശരീഅത്ത്, നമ്മളെ നിയമങ്ങൾ ക്ലിപ്തമാക്കി വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. യുരീദു അൻ യഹദീന സിറാത്തുൽ മുസ്തഖീം, അതുപോലെ സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ, നേരായ വഴിയിൽ അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകാനും വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. യുരീദു അൻ യതൂബു അലൈന, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പാശ്ചാത്താപം അവൻ ആഗ്രഹിക്കുന്നുണ്ട്. യുരീദു അൻ യുഖഫിഫ അന്ന, അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. യുരീദൂന യത്തബിയൂന ഷഹവാത്ത്, പിന്നെ ഷെഹവറുകൾ അതിന് വിശദീകരിക്കുകയാണ്. യുരീദൂന യത്തബിയൂന ഷഹവാത്ത്, അവർ ആ ആളുകൾ എന്ന് പറഞ്ഞല്ലോ, ആളുകൾ അവരുടെ ഷഹവാത്തുകളുടെ, അവരുടെ തന്നിഷ്ടങ്ങളുടെ
അവരുടെ ദേഹേച്ഛകളെ പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞല്ലോ. അവർ ആരാണ് ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? ഫിർഖത്തും മിൻ ഖുറൈശിൻ, ഖുറൈശികളുടെ ഒരു വിഭാഗമാണ്. കാനൂ യൻതഖിദൂന ഹുക്മ ശരിയ, അവർ ശരീഅത്തിൻ്റെ ഹുക്കുമനെ കളിയാക്കി, അതിനെ വിമർശിച്ചു. ശരീഅത്തിൻ്റെ നിയമങ്ങളൊക്കെ ഇതെന്ത് നിയമാന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ കളിയാക്കി. നമ്മളെല്ലാ വിഷയത്തിലും ഇതിന് ഉദാഹരണമായിട്ടോ, ഖുറൈശികൾ അക്കാലത്തുള്ള അതേ വിമർശനം തന്നെ ആവണമെന്നില്ല നമുക്ക്. കാരണം അവരുടെ കൾച്ചർ അങ്ങനെയായിരുന്നു, നമ്മളെ കൾച്ചർ വേറൊന്നാവും. ഇപ്പോൾ യഖൂലൂന, അവർ പറഞ്ഞു, അൻതും ഹുരിമ അലൈക്കുമുൽ ഖുർആന അമ്മാത്തുക്കും വ ഹാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരനെയും പിതൃ സഹോദരനെയും ഒക്കെ പിതൃ സഹോദരനെയും മാതൃ സഹോദരനെയും ഒക്കെ കല്യാണം കഴിക്കുന്നത് നിങ്ങളെ ഖുർആന് ഹറാമാക്കി. അപ്പോൾ തസവ്വജ് ബിബനാത്തി അമ്മാത്തി ബനാത്തി ഹലാത്തി, പക്ഷേ നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ പിതൃ സഹോദരൻ്റെ മകളെയും അമ്മായിൻ്റെ മകളെയും മുത്തമ്മൻ്റെ എളാമൻ്റെ ഒക്കെ മകളെയും കല്യാണം കഴിക്കുന്ന ഹലാലൊക്കെയും ചെയ്ത്. ഫാല ഹാദ യഹില്ലു തദ്വീജ് ബനാത്തി ഒഹത്തി ഓ ബനാത്തി അഹി, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സഹോദരൻ്റെയും സഹോദരൻ്റെയും ഒക്കെ മക്കളെയും ഹലാലാവണ്ടേ? കാരണം ആ കാലത്ത് അവർ അമ്മായിമാരെയും മൂത്തമ്മയെ ഇളമനെയും ഒക്കെ കല്യാണം കഴിക്കുമായിരുന്നു. അവരുടെ ജ്യേഷ്ഠത്തി, അനിയത്തി, പെങ്ങള്, ആങ്ങള് ഇവരൊക്കെ മക്കളെയും കല്യാണം കഴിക്കുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വിമർശിക്കുമായിരുന്നു. ശരീഅത്ത് അതിന് വിലക്കിയല്ലോ, എന്താണ് അങ്ങനെയെന്നൊക്കെ. നമ്മുടെ കാലഘട്ടത്തിൽ ഇതേ വിമർശനമാണോന്നില്ല, കാരണം നമ്മുടെ നാട്ടിൽ ആരും ഇങ്ങനൊന്നും ചെയ്യാറില്ല. നമ്മുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ശരീഅത്ത് പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ശരീഅത്തിൽ ഇങ്ങനെയൊക്കെ നിയമം, അതിൻ്റെ ഇതൊക്കെ ഒരു കുറച്ച് ഓവറല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ അവിടെ അങ്ങനെ ഖുറൈശികൾ പറയുമായിരുന്നു. സവാ, ഇത് രണ്ടും ഒരുപോലല്ലേ? ബനാത്തു ഉഹത്തി ഹറാമു ഫിൽ ഖുർആൻ, നിങ്ങളുടെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് ഹറാമാണ് ഖുർആൻ അനുസരിച്ച്. ഇപ്പോൾ അമ്മാത്തു ഹറാമൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പുതു സഹോദരനെയും ഹറാമാണ്. തദ്വീജുഹും ബിന്തു അമ്മിഹി, അതുപോലെ തന്നെ പുതു സഹോദരിൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കും. തദവജ്തും ബിന്തു ഖാലത്തി, അതുപോലെ തന്നെ മാതൃ സഹോദരൻ്റെ മകളെയും നിങ്ങൾ കല്യാണം കഴിക്കും. ഫൈഫ ഹറംതും ബിന്ത ഹിവ ബിന്തുഹത്തി, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരൻ്റെയും മകളെ കല്യാണം കഴിക്കുന്നത് ഹറാമാവുന്നത്? ഇങ്ങനെയൊക്കെ അവർ ചോദിക്കുമായിരുന്നു. ആ ചോദിക്കുന്ന ആളുകൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് യുരീദുല്ലദീൻ യത്തബിഊന ഷഹവാത്ത്, അവർ ആഗ്രഹിക്കുന്നത് അവരുടെ തന്നിഷ്ടങ്ങളെയും ദേഹേച്ഛകളെയും പിന്തുടരാനാണ് എന്ന് പറഞ്ഞത്. ഇതുപോലെ ശരീഅത്തിന് വിരുദ്ധമായ, ശരീഅത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമല്ലാത്ത രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ, അവരൊക്കെ അവരുടെ ഷഹവാത്തുകളെ തന്നിഷ്ടങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇതൊക്കെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി നിന്ന് നമുക്കിതൊക്കെ എന്താണ് ഇവർ പറയണതെന്ന് ചിന്തിക്കുക. അമ്മായിനെ കല്യാണം കഴിക്കേ, എളാമനെ കല്യാണം കഴിക്കേ, പെങ്ങളെ കുട്ടീനെ കല്യാണം കഴിക്കാൻ നമുക്ക് തോന്നുന്നത് എന്തൊക്കെ അവർ പറയണത്. പക്ഷെ അവർ അന്ന് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അതൊക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇന്ന് നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗമായി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട് നമ്മൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്. ആ കാര്യമായ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ദീനിൻ്റെ ശരീഅത്തിന് വിരുദ്ധമാണെങ്കിൽ, ശരീഅത്ത് പറഞ്ഞ ആശയത്തിനെതിരാണെങ്കിൽ, യുരീദുല്ലദീന യത്തബിഊന ഷഹവാത്ത്, അവർ ആഗ്രഹിക്കുന്നത്, അവർ ഫോളോ ചെയ്യുന്നത് ഷഹവാത്തുകളെയാണ്, അവരുടെ തന്നിഷ്ടങ്ങളെയാണ്. യുരീദുല്ലദീന യത്തബിഊന ഷഹവാത്തൻ തമീലു മൈലൻ നദീമ, അങ്ങനെ അവരുടെ ഷഹവാത്തുകളെ പിന്തുടരുന്നത്, അവരുടെ തന്നിഷ്ടങ്ങളെയും ദേഹേച്ഛകളെയും പിന്തുടരുന്നതാണ് തമീലു മൈലൻ നദീമ, ഏറ്റവും അങ്ങേയറ്റത്തെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ. ഹാ ഉലായ ഹുമുല്ലദീന അറാദു ബിക്കുമുൽ മൈല വല്ലാഹു അറാദബിക്കും ഹിദായ, അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ വഴിതെറ്റിപ്പോകണമെന്നാണ്. പക്ഷെ അള്ളാഹു ആഗ്രഹിക്കുന്നത് ഹിദായത്താണ്. അപ്പോൾ അള്ളാഹു ഈ ശരീഅത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ ഹിദായത്തിലാവണം എന്ന് കരുതിയിട്ടാണ്. അതേസമയം അവർ നിങ്ങളെ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ വഴിതെറ്റി പോകാൻ വേണ്ടിയിട്ടാണ്. മുറാദ് ബിഹുമു സുന്ന, ഇവിടെ അവർ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ യുരീദുല്ലദീന യത്തബിഊന ഷഹവാത്തിനെ പിന്തുടരുന്ന ആൾക്കാർ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ. ആ ആൾക്കാരെ പറ്റി, ആൾക്കാർ ഖുറൈശികളാണെന്നാണ് വ്യാഖ്യാനം. ഇങ്ങനെ പറഞ്ഞ ഖുറൈശികൾ. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം മുറാദു ബിക്കും ജുന്ന, അവർ നിരന്തരം വ്യഭിചാരത്തിൽ മുഴുകുന്ന ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മുറാദുണ്ട്, എന്നും ഉദ്ദേശമുണ്ട്. ലിയന്നഹും
യവദ്ദൂന അൻ യകൂനുന്നാസ കുല്ലുഹും സുന്ന. പക്ഷെ അവരാഗ്രഹിക്കുന്നുണ്ട്, ആ ആളുകൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ട് മുഴുവൻ ആളുകളും ദിന ചെയ്യാൻ വേണ്ടി. അവരെപ്പോഴെങ്കിലും ദിന ചെയ്ത് പോകുന്ന ആൾക്കാരല്ല. അവർ വ്യഭിചാരം ചെയ്യുന്നുണ്ട്, എല്ലാവരും വ്യഭിചാരം ചെയ്യട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അമ്മാമൻ തഅത ശഹവത്തൻ നിക്കാഹ ഫിൽ ഹലാൽ. പക്ഷേ ഹലാലായ നിക്കാഹിൽ മുഴുകുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഷഹവത്തുകൾ പിന്തുടരുന്ന, തന്നിഷ്ടങ്ങളെയും ദേഹേച്ഛകളെയും പിന്തുടരുന്നവരാണ് അവർ എന്നൊക്കെ പറഞ്ഞല്ലോ. ആ അവർ എന്ന് പറഞ്ഞാൽ ജിനയിൽ മുഴുകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അവരെ പറ്റിയാണ് പറഞ്ഞത്. മറ്റുള്ളവരും അവർ ജിനയിൽ മുഴുകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വ്യഭിചാരത്തിൽ മുഴുകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മാമൻ തഅത ഷഹവത്തൻ നിക്കാഹ് ഫിൽ ഹലാൽ. ഹലാലായ നിക്കാഹിലൂടെ അവരുടെ ഷഹവാത്തുകളെ, അവരുടെ ശാരീരികമായ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫൈന്ന മുത്തബിയോൻ ലി ഹക്കി. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണത്? അവർ ഹക്കിനെ പിന്തുടരുന്നവരാണ്, അവർ അള്ളാഹിനെ പിന്തുടരുന്നവരാണ്. ലാലഹും, അല്ലാതെ അവരെ പിന്തുടരുന്നവരല്ല. അപ്പോൾ ഒരാൾ ഹലാലായ നിക്കാഹ് കഴിച്ചു, അതിലൂടെ അവരുടെ ശാരീരികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അത് അവർ ചെയ്യുന്നത് ഹക്കിനെ പിന്തുടരുന്നതല്ല, അല്ലാതെ അവരെ സ്വന്തം പിന്തുടരുന്നതല്ല. വ്യഭിചാരം ചെയ്യുന്നതാണ് പ്രശ്നം. നിക്കാഹ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ലാലഹും വഖദ് ഖാല അലൈഹിസ്സലാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തനാഖഹു, നിങ്ങൾ ധാരാളം നിക്കാഹ് ചെയ്യണം. തനാഖഹു, ധാരാളം നിക്കാഹ് ചെയ്യണം. തനാസലു, നിങ്ങൾ ധാരാളം സന്താനോൽപാദനങ്ങൾ നടത്തിയും വേണം. അപ്പം നമ്മളൊക്കെ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഒരു കുട്ടി കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് വേറൊരു കുട്ടി, എന്നിട്ട് ചിലരൊക്കെ ഒരു കുട്ടി മാത്രം, നമ്മളെ സ്നേഹം മുഴുവൻ ആ കുട്ടിക്ക് കൊടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളെ സ്വത്തൊക്കെ ഭാഗിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അവനൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ജോലി ഇല്ലല്ലോ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ എങ്ങനെയാണ് നമ്മളെ കുട്ടീനെ വളർത്തുക? അങ്ങനെ തുടങ്ങി അനാവശ്യമായ അള്ളാഹ് തവക്കുലാക്കാത്ത ടെൻഷനുകളിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ കുട്ടികളുണ്ടായി നമ്മൾ ജോലി ചെയ്യുന്ന പരിശ്രമം നമ്മൾ ചെയ്താൽ മതി, അള്ളാഹ് ബർക്കത്ത് തരും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതന്നെ. നമ്മളെല്ലാം പ്ലാനിങ്ങാണ്. ഇതെങ്ങനെ ആയിരിക്കണം, കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് മതി കുട്ടി, ആ കുട്ടി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് വേറെ കുട്ടി, നമുക്കിന്ന് ആകെ 3 കുട്ടികൾ മതി, ഒരു ആണ് ഒരു പെണ്ണ് വേറൊരു ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ അടുത്ത് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. തനാഖഹു, നിങ്ങൾ വിവാഹം കഴിക്കണം. തനാസലു, നിങ്ങൾ സന്താനോൽപാദനം നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 കുട്ടി ആൾക്കാർ ചോദിക്കുന്നു, നോക്കി നിങ്ങൾക്ക് തന്നെയാണോ പണി? പിന്നെ ഒരു 5 കുട്ടികളായാൽ ചോദിക്കും, ഇങ്ങനത്തെ നഴ്സറി തുടങ്ങാനുള്ള പരിപാടിയാണോ? ഇതൊക്കെ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് ഡെയിലി. ഇങ്ങനത്തെ കുട്ടികളുള്ള ആൾക്കാർ. ഇപ്പം നമ്മൾക്ക് എന്താണ്, ഇപ്പോൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമാണ്. എന്താവാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം? കുട്ടികൾ ഉണ്ടാവുന്നില്ലല്ലോ, എന്താണ് അത്? അതിന് ടെൻഷനാണ്. എത്ര മഹാന്മാർക്ക് കുട്ടികളില്ലയെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇനി കുട്ടികൾ ഉണ്ടായി തുടങ്ങിയാലോ അവിടെ പ്രശ്നമാണ്. ഇതെന്തിനെത്ര കുട്ടി? 2 കുട്ടികളായാലേ 3 കുട്ടികളായാലേ മതിയിലെ നിർത്തിക്കൂടെ? ഇതൊന്ന് ദീൻ്റെ ഇത് ഏറ്റവും പറയുന്ന ആൾക്കാർ ചിലപ്പം ആരായിരിക്കും? മൗലവിമാരായിരിക്കും, വലിയ ഉസ്താദന്മാരായിരിക്കും, തങ്ങന്മാരായിരിക്കും. അവർ മൗലവിമാരാണ്, ഉസ്താദന്മാരാണ്, തങ്ങന്മാരാണെന്നുള്ളതുകൊണ്ട് എന്താവില്ല, ദീനല്ല പറയണത്, മനസ്സിലാക്കണം. ഒരിക്കലും നമ്മളോട് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അള്ളാഹു കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ നമ്മളിപ്പോൾ പറയുന്ന ഏതെങ്കിലും ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർമാർ തന്നെ ഇതിൻ്റെയൊക്കെ അടിമകളാണ്. നമ്മുടെ നാട്ടിലത്തെ ഈ ചിന്താഗതികളുടെ അടിമകളാണ്. അവരൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് പറയണേ അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടാന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം 2 കുട്ടികളും മാത്രമേ ലോകത്ത് പറ്റൂ, അതിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ്. 3 കുട്ടികളായാൽ കഴിഞ്ഞു, ഇനി പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് പറയാം. അപ്പോൾ അത് അവരുടെ അങ്ങനത്തെ ഡോക്ടർമാരെയും നമ്മളെന്തെങ്കിലും പിന്തുടരരുത്. എന്നാൽ നല്ലൊരു ഡോക്ടർ, അവർക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ പ്രയാസമുണ്ട്, ഇപ്പോൾ ഗർഭാശയത്തിൽ ഭയങ്കരമായ മുഴയുണ്ട്, ആ മുഴ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഇനി ഗർഭം പറ്റൂല, തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രസവം തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു, അതുകൊണ്ട് ഇനി പ്രസവിക്കാൻ തീരെ പറ്റൂല എന്ന് ഒപ്പിട്ട് തന്നു. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ പറ്റൂല, അത് അതല്ലാതെ നമ്മൾ എന്തെങ്കിലും കുട്ടികളുണ്ടായ പ്രയാസം ഉണ്ടെന്നൊക്കെ ഏതെങ്കിലും ഡോക്ടർ എന്തൊക്കെ പറഞ്ഞതിനൊക്കെ നമുക്ക് പിന്തുടരാൻ പറ്റില്ല. കാരണം പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് പ്രസവിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് ആരോഗ്യം വർദ്ധിക്കുക മാത്രമേ ചെയ്തത്. പ്രസവിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുകയുള്ളൂ, ഒരിക്കലും കുറയൂല. അതൊക്കെ നമ്മളുടെ നാട്ടിലത്തെ തെറ്റായ ധാരണകളാണ്.
പിന്നെ തനാക്കഹു, നിങ്ങൾ വിവാഹം കഴിക്കണം. തനാസലു, നിങ്ങൾ സന്താനോൽപാദനങ്ങളും നടത്തണം. ഫൈനി, കാരണം എന്താ? അതിന് കാരണം പറയണം. റസൂലുള്ളാഹി നിങ്ങൾക്ക് ഒരുപാട് സന്താനം ഉണ്ടാവണം എന്ന് പറയണത് കാരണം ദീനനുസരിക്കുന്നവരല്ലേ റസൂലുള്ളാഹി പിന്തുടരുള്ളൂ. അപ്പോൾ നമ്മൾ ദീന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. റസൂലുള്ളാഹി കൽപ്പന അനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി കൽപ്പന അനുസരിച്ച് നമ്മൾ ചെയ്താൽ എന്താണ് അതുകൊണ്ടുണ്ടാവുക? സ്വാലിഹീങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ടാവും. സ്വാലിഹീങ്ങൾക്ക് മക്കളുണ്ടായാൽ എന്താ സംഭവിക്കാം? ആ മക്കൾ ഉൽപ്പാദനം തന്നെ ഒരു നല്ലൊരു കാര്യമാവും. കാരണം സ്വാലിഹീങ്ങളെ മക്കളാണല്ലോ, അതുകൊണ്ട് നല്ലതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം അവർ വളർത്തുന്ന സ്വാലിഹീങ്ങളല്ലേ, അപ്പോൾ ആ കുട്ടികൾ നന്നാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം സ്വാലിഹീങ്ങളല്ലാത്ത മോശപ്പെട്ട ആളുകൾക്കാണ് ഈ മക്കൾ ജനിക്കുന്നതെങ്കിലോ ആ മക്കൾ മോശപ്പെടാനുള്ള ചാൻസ് കൂടുതൽ. അവർ വളർത്തുന്നതും മോശപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് മോശപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല ആൾക്കാർ ഒരുപാട് മക്കളുണ്ടാവണം. കാരണം എന്താ? അവർ നല്ല മുഅ്മിനീങ്ങളായി മാറും. അവരെക്കുറിച്ച് ഫൈനി മുബാഹിൻ, ഞാൻ അവരെക്കുറിച്ച് അഭിമാനം കൊള്ളും. ബിക്കും, അവരെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. അൽ ഉമ്മമി യൗമുൽ ഖിയാമ, മറ്റുള്ള സമൂഹങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്, മറ്റ് നബിമാരുടെ സമൂഹങ്ങളിലും വെച്ച് താണ്ടില്ല ഇതൊക്കെ എൻ്റെ മുഅ്മിനീങ്ങളായ സമൂഹമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനം കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളം വിവാഹം കഴിക്കണം, ധാരാളം മക്കളുണ്ടാക്കണം. വഖദ് കാന സയ്യിദുന അലി ഖറമല്ലാഹു വജഹു ആയിരുന്നു അദ്ഹദു സ്വഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ സുഹൂദ് കാരണം എന്താ? പരിത്യാഗം, ദുനിയാവിനെ ത്യജിച്ച ആളാണ് ജാഹിദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ജാഹിദായ, ദുനിയാവിനെ ത്യജിച്ച മനുഷ്യനായിരുന്നു സയ്യിദുന അലി ഖറമല്ലാഹു വജഹു. മഹാനവറുകൾ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ വഖാന ലഹു അർബഅത്തു ഹറായിർ, പക്ഷേ അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 4 സ്വതന്ത്രരായ ഭാര്യമാരുണ്ടായിരുന്നു. വസബു ഹവാരിൻ സുദിയാത്തിൻ, അതുപോലെ തന്നെ 7 അടിമ സ്ത്രീകളായ ഭാര്യമാരും ഉണ്ടായിരുന്നു. വക്കീല, ഒരഭിപ്രായത്തിൽ സബു അഷറത്തൻ, അവർക്കുണ്ടായിരുന്നു സബു അഷറ 17 അടിമ സ്ത്രീകളായ ഭാര്യമാർ. ഇതൊക്കെ അലി കറമല്ലാഹു വജഹു റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷഹവാത്തുകൾ പിന്തുടരുക. ഇവിടെ പറഞ്ഞല്ലോ എന്താണ്? യുരീദുല്ലദീൻ യത്തബിഊന ഷഹവാത്ത്, അവർ ഷഹവാത്ത്, അവർ ദേഹേച്ഛകളെ പിന്തുടർന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹലാലായ വിവാഹങ്ങൾ കഴിക്കുന്നതിന് പിന്തുടർന്നവരാണ് എന്നല്ല. ഇവിടെ അതിനെപ്പറ്റി ചർച്ചയില്ല, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ചർച്ച എന്തിനെ പറ്റിയാണ്? ജിനാനെ പിന്തുടരുന്ന ആളുകൾ, വ്യഭിചാരത്തിന് പിന്തുടരുന്ന ആളുകൾ. മാത്രമല്ല അവർ വ്യഭിചാരം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരെ ആ വ്യഭിചാരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അവരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നാണ് ഈ പറഞ്ഞ ഭാഗത്തിൻ്റെ അർത്ഥം. അവരുടെ ശരീരത്തിൽ ഇത് അനുവദനീയമാണെന്ന് ചോദിച്ചാൽ ഖുറൈശികൾ, അവിടെ പറഞ്ഞ ഖുറൈശികൾ എന്തെല്ലാം, അവർ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടർന്ന മുസ്ലിമീങ്ങളായ ഖുറൈശികളല്ല. അതുകൊണ്ട് തന്നെ അവരെ ശരീരത്തിൽ അനുവദനീയമല്ല. അവർ ഹറാമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അനുവദനീയമല്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇനി അറാദ ലന അർബാത്ത് അഷ്യ, ഷെയ്ഖ് ഇബ്രാഹിം യാസിർ റളിയല്ലാഹു അൻഹു തങ്ങൾ തുടരുകയാണ്. അറാദ ലന അർബാത്ത് അഷ്യ, അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് 4 കാര്യങ്ങളാണ്. യുബയ്യിൻ എന്ന ശരീഅത്ത് നമുക്ക് വ്യക്തമാക്കി തരിക എന്നുള്ളത്. വഹിയ വാലിഹത്തുൻ ലൈലഹാ കനഹാരിഹ, അത് വ്യക്തമാണ്. ശരീഅത്താവട്ടെ വ്യക്തമാണ്. വാലിഹത്തുൻ, വ്യക്തമായ കാര്യം. ലൈലുഹാ കനഹാരിഹ, രാത്രിയും പകലും പോലെ. ഇതൊക്കെ വ്യക്തമാണ്. ഏതൊക്കെ കാര്യങ്ങൾ ശരിയാണ് തെറ്റാന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അറാദ യഹദീന സിറാത്തുൽ മുസ്തഖീം, അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് യഹദീന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത്, അതിലേക്ക് നമ്മൾ വഴി നടത്തുക എന്നുള്ളത് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. വഹുവ സിറാത്തുൽ ഇലല്ലാഹി തബാറക വതആല, അത് അള്ളാഹുവിലേക്കുള്ള നേരായ വഴിയാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം. അറാദ അൻ യഖ്ബല മിന്നൽ തൗബ, അള്ളാഹു പിന്നെ നമ്മുടെ അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട് യഖ്ബലു മിന്ന തൗബ, നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടിയും നമ്മുടെ അടുത്ത് തൗബ സ്വീകരിക്കാൻ വേണ്ടിയും അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഫനർജിഉ ഇലല്ലാഹി തബാറക വതആല, അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് എന്ത് ചെയ്യും? തൗബ ചെയ്തുകൊണ്ട് മടങ്ങും. അറാദ അൻ യുഖഫിഫ അന്ന, അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടി. വഹാദി അക്ബർ നിഅമത്തിൻ അലൈന, ഈ പറഞ്ഞ കാര്യമുണ്ട്, അള്ളാഹു നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നതാണെന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്.
ജഅല തഖ്ഫീഫു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. വ അലാ ഉമ്മത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനും അള്ളാഹു കാര്യങ്ങൾ എളുപ്പാക്കി കൊടുത്തു. ഫസാറ സൈറുഹും ബിമഊനത്തി, അങ്ങനെ അവർ ആത്മീയമായ യാത്ര നടത്തി. ലി മഊനത്തിൻ, മഊനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം കൊണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തന്ന കാര്യങ്ങൾ, കുറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. പ്രവർത്തനം വളരെ കുറവാണ്, പക്ഷേ കൂടുതൽ അള്ളാഹിൻ്റെ സഹായമാണ്. നമ്മൾ അള്ളാഹിൻ്റെ സഹായം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് മറ്റ് നബിമാരെയോ മറ്റ് നബിമാരുടെ സമൂഹത്തിനെയും താരതമ്യം ചെയ്യുമ്പോൾ. വഖാന സൈറും മിൻ ഖബലിന, നമുക്ക് മുമ്പുള്ള നബിമാരുടെ സമൂഹത്തിൻ്റെ സൈറ്, ആത്മീയമായ യാത്ര എന്ന് പറയുന്നത് ബിൽ മഊനത്തി, മൗനത്തി എന്ന അവരുടെ സ്വന്തം മഊനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം. മഊനത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഒരാൾ കഠിനാധ്വാനം ചെയ്ത് അതിലെത്തിച്ചേരുക, അതാണ് മഊനത്ത്. പിന്നെ അതുപോലെ അള്ളാഹിൻ്റെ സഹായത്തിലൂടെ അതിലെത്തിച്ചേരുക, അതാണ് മഊനത്ത്. അപ്പോൾ കാന സൈറും മിൻ ഖബ്ലിന ബിൽ മഊനത്ത് കൊണ്ടായിരുന്നു, അത് സ്വന്തം പരിശ്രമം കൊണ്ടായിരുന്നു മുമ്പുള്ള നബിമാരുടെ സമൂഹമൊക്കെ അള്ളാഹിലേക്ക് യാത്ര ചെയ്തിരുന്നത്. ഖാല ഇബ്രാഹിം, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യാണ്. സയഹദീൻ, അങ്ങനെ അവൻ എനിക്ക് മാർഗദർശനം, അവൻ എന്തായാലും എനിക്ക് മാർഗദർശനം ചെയ്യും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ റബ്ബിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എന്നെ തീർച്ചയായും മാർഗദർശനം കാണിക്കുമെന്നും പറഞ്ഞല്ലോ. ഫഖാന ദഹാബു, ഈ ഒരു അള്ളാഹിലേക്കുള്ള തൻ്റെ രക്ഷിതാവിലേക്കുള്ള പോക്ക്, മിൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈ പോക്ക് മഊനത്തുൻ, അതൊരു പരിശ്രമം കൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വയം പരിശ്രമിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പരിശ്രമമാണ് അവിടെ കാണുന്നത്. വഖാല ഫി ഹഖി മൂസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു, വലമ്മാ ജാഅ മൂസ ലിമീഖാത്തിന, മൂസ നബി അലൈഹി സ്വലാം നമ്മൾ നിശ്ചയിച്ച സമയത്ത് എത്തിച്ചേർന്നപ്പോൾ, മൂസ നബി അലൈഹി സ്വലാം എത്തിച്ചേർന്നു നമ്മൾ നിശ്ചയിച്ച സമയത്തെന്ന് പറഞ്ഞല്ലോ. വഖാന മജീഉ മിൻ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ഈ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് എത്തിച്ചേർന്നു പറഞ്ഞല്ലോ. ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഈ പോയതും എത്തിച്ചേർന്നതും മിൻ മൂസ മഊനത്തുൻ അലാ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ മഊനത്താണ്, മഊനത്തിന് മൂസ നബിൻ്റെ പരിശ്രമം കൊണ്ടാണ്. വഖാല ഫി ഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ, സുബ്ഹാനല്ലദീ, എത്ര പരിശുദ്ധനാണ് അവൻ, അസ്റാ ബി അബ്ദിഹി ലൈലൻ, ഒരു രാത്രി അള്ളാഹു നിശായ യാത്ര നടത്തിപ്പിച്ചു എൻ്റെ അടിമനെ. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം പോയിന്നോ അവിടെ എത്തിച്ചേർന്നോ ഒന്നല്ല പറഞ്ഞത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. വഖാന ഇസ്റാഉ, ഈ നിശായാത്ര മഊനത്തുൻ, അത് മഊനത്താണ്. മഊനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സഹായം കൊണ്ടാണ്. ലാ മഊനത്തുൻ, അതെന്തല്ല, അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വയം പരിശ്രമം കൊണ്ടുണ്ടായിത്തീർന്നതല്ല. വഖാല ഫി ഹഖിന, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തെക്കുറിച്ചും പറഞ്ഞു സനുരീഹിം, തീർച്ചയായും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും, ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഫിൽ ആഫാഖി, അവരുടെ ചുറ്റുപാടുകളിലും, വഫി അൻഫുസിഹിം, അവരിൽ തന്നെയും, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അവർക്ക് വ്യക്തമാവുന്നത് വരെ, ഹക്കിനെ സ്ഥിരപ്പെടുത്തുന്നത് വരെ അള്ളാഹു ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമ്മളെ സമൂഹത്തെക്കുറിച്ച്, റസൂലുള്ളാഹിയുടെ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഫഖാനത്തിൽ ഇറാഅത്തു, ഈ ഒരു കാഴ്ച അള്ളാഹു കാണിച്ചു കൊടുക്കും, ആയത്തുകളെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ഇറാഅത്ത് മിനൽ ഹഖി, അത് അള്ളാഹുവിൽ നിന്നാണ്, ഹക്കിൽ നിന്നാണ്. ലാ മിന്ന, നമ്മളിൽ നിന്നല്ല. അത് നമ്മൾ പരിശ്രമിച്ചെത്തുന്നല്ല പറഞ്ഞത്,
അത് ഹക്കിൽ നിന്ന് വരുന്ന പറഞ്ഞത്. മൗനത്തുൻ ആയുധൻ, അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഹക്കിന് എത്തിച്ചേരുക എന്ന് പറയുന്ന അവസ്ഥ അതും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിൽ നിന്നാണ് വരുന്നത്. വസ്ല വൽ വിസാൽ. അപ്പോൾ വസ്ല് എന്ന് പറഞ്ഞാൽ അള്ളാഹിൽ എത്തിച്ചേരുക, വിസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ലയനം. ഫമുനിഉ അൽ വസ്ല വൽ വിസാൽ, മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ സമൂഹത്തിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടുള്ള ആത്മീയ യാത്ര എന്ന് പറഞ്ഞ്. മുൻകഴിഞ്ഞ നബിമാരും അവരുടെ സമൂഹമൊക്കെ അള്ളാഹിലേക്ക് യാത്ര ചെയ്തത് അവരുടെ പരിശ്രമം കൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പരിശ്രമം കൊണ്ടാണ് അവർ അള്ളാഹുലേക്ക് യാത്ര ചെയ്തതെന്നുകൊണ്ട് മുനിഉ അവർക്ക് തടയപ്പെട്ടു. അൽ വസ്ല അള്ളാഹുൽ എത്തിച്ചേർന്ന അവസ്ഥയും, വൽ വിസാല അള്ളാഹുവിൻ്റെ ലയനവും, അള്ളാഹിൻ്റെ ഹഖീഖത്തിലുള്ള ലയനവും അതുപോലെ അവനിൽ ഹഖീഖത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയും അവർക്ക് തടയപ്പെട്ടു. ആ ഒരു അവസ്ഥയിലേക്ക് അവർ പരിപൂർണതയിൽ അവരെത്തിച്ചേരൂല. അത് ഈ കാരണം കൊണ്ടാണ്. കാരണം നമ്മളൊക്കെ അള്ളാഹിൽ എത്തിച്ചേരണം, അള്ളാഹിനെ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹിൻ്റെ ഹഖീഖത്തിനെ അനുഭവിക്കണം എന്ന് രുചിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, കൊതിക്കുന്നവരാണ്. പക്ഷെ അത് നമ്മൾ കുറേ പരിശ്രമിച്ചുകൊണ്ട് കിട്ടൂല. പരിശ്രമം വേണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരിശ്രമം കൊണ്ടല്ല അത് നമുക്ക് കിട്ടുന്നത്. ഇന്ന് 2 ദിവസം ഞാൻ ഭയങ്കര കഠിനാധ്വാനം ചെയ്യും എന്നിട്ട് എനിക്ക് അള്ളാഹിനെ കിട്ടും വിചാരിച്ചാൽ ഒരിക്കലും കിട്ടില്ല. കഠിനാധ്വാനം കൊണ്ടല്ല നമുക്ക് അള്ളാഹിനെ കിട്ടുക. അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം, ഫ്രീ ആയിട്ട് അള്ളാഹ് തരുന്നതാണ്. അത് നമ്മൾ കഠിനാധ്വാനം കൊണ്ട് കിട്ടൂല. അപ്പം എന്നാലും നമ്മൾ പരിശ്രമിക്കാൻ വേണ്ട. ആ പരിശ്രമം എന്ത് അടിസ്ഥാനത്തിലാണ് വരുന്നത്? നമുക്ക് അള്ളാഹുവിനോടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ആ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരിശ്രമം അള്ളാഹിനോ ആഗ്രഹിക്കുന്നൊരവസ്ഥ നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അള്ളാഹിനെ അറിയുന്നത് അള്ളാഹിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മൾ പരിശ്രമം കൊണ്ടല്ല. പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹിനെ എത്തിപ്പെടുകയില്ല. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങൾ അവർ എത്രയോ പരിശ്രമിച്ചിട്ടും അവർക്ക് വസ്ല് അള്ളാഹിൽ എത്തിച്ചേരുന്ന അവസ്ഥയും അൽ വിസാൽ അള്ളാഹുൽ മുഴുകുന്ന അവസ്ഥയും അള്ളാഹ് ലയിക്കുന്ന അവസ്ഥയും അവർക്ക് തടയപ്പെട്ടിരുന്നു. വഊതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടു അൽ വസ്ല വൽ വിസാല, അള്ളാഹുൽ എത്തിച്ചേരുന്നതും നൽകപ്പെട്ടു, വൽ വിസാൽ അള്ളാഹുല്ല ലയനവും നൽകപ്പെട്ടു. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ദനാ ഫതദല്ല, അവിടുന്ന് അടുത്തു. ദനാ തന്നെ അവിടുന്ന് അടുത്തു. ഫതദല്ല എന്നിട്ട് ഇറങ്ങി വന്നു. ഫകാന എന്നിട്ട് അവിടുന്ന് ആയിത്തീർന്നു. ആ ഹക്കുമായി ലയിക്കുന്ന അവസ്ഥയിൽ ആയിത്തീർന്നു. ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും എങ്ങനെയാണോ അടുത്തത് അതിനേക്കാൾ അടുത്ത അവസ്ഥയിലായിത്തീർന്നു എന്ന്. അപ്പോൾ ഈ പറഞ്ഞത് എന്തിനുദ്ദേശിക്കുന്നതാണ്? വസ്ലിന് ഉദ്ദേശിക്കുന്നതാണ്. അള്ളാഹുൽ എത്തിച്ചേർന്ന അവസ്ഥനെയാണ് ഈ പറഞ്ഞത്. ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. എന്നാൽ വിശാലിനെ പറ്റി പറയാണ്, അള്ളാഹ് ലയിക്കുന്നതിനെ പറ്റി പറയാണ്. മാ ഖദബൽ ഫുആദ മാ റആ. ആ ഹൃദയം കണ്ടതിനെ ഒരിക്കലും അവിടുത്തെ ഹൃദയം കളവാക്കിയിട്ടില്ല. അവിടുന്ന് അനുഭവിച്ച ഒന്നിനെ അവിടുത്തെ ഹൃദയം ഒരിക്കലും കളവാക്കിയിട്ടില്ല. മാ ഖദബൽ ഫുആദു മാ റആ, അവിടുന്ന് കണ്ട ഒന്നിനെ അവിടുത്തെ ഹൃദയം കളവാക്കിയിട്ടില്ല എന്ന്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെട്ട വസ്ലും വിസാലിനെയും പറ്റിയാണ് പറഞ്ഞത്. അഫി ഹഖിനാ നഹ്നു, ഇനി നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞു, മൻ തഖറബ ഇലയ്യ ശിബ്റൻ, ആരെങ്കിലും ഒരു ചാൺ എന്നിലേക്ക് അടുത്താൽ തഖറബ്തു ഇലൈഹി ദിറാൻ, അവനിലേക്ക് ഞാൻ മൂയം അടുക്കും എന്ന് തുടങ്ങുന്ന ഖുദ്സി ഹദീസ് ഉണ്ടല്ലോ. അത് റസൂലുള്ളാഹി ഉമ്മത്തിനെ പറ്റി പറഞ്ഞതാണ്. ആരെങ്കിലും എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മൂയം അടക്കും. അതുപോലെ ആരെങ്കിലും എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോവും. അങ്ങനെ അവസാനം അവൻ തന്നെ ഞാനായി മാറും. പിന്നെ അവൻ സംസാരിക്കുന്ന നാവ് ഞാനാവും, അവൻ പിടിക്കുന്ന കൈ ഞാനാവും, അവൻ ചലിക്കുന്ന കാല് ഞാനാവും, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. കമാക്കാൽ. അപ്പോൾ ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെക്കുറിച്ചാണ്. വകാന ഹാദാ കുല്ലുഹും, ഇത് മുഴുവൻ ആണ് ബിൽ മഊനതി, അതൊക്കെ അള്ളാഹിൻ്റെ സഹായം കൊണ്ടാണ്, അല്ലാതെ നമ്മളെ പരിശ്രമം കൊണ്ടല്ല. ലാ ബിൽ മഊനതി, നമ്മളെ പരിശ്രമ ഫലം കൊണ്ടല്ല ഇതൊന്നും നമ്മൾ എത്തിച്ചേർന്നത്. അള്ളാഹുവിൻ്റെ ഹഖീഖത്തിനെ അനുഭവിക്കുന്ന അവസ്ഥയും
ഹക്കീക്കത്തിലുള്ള ലയനം ഒന്നും നമ്മൾ പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്ത് എത്തിച്ചേർന്നതാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഫത്ഹ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആഗ്രഹം പ്രകടിച്ച് പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഫത്ഹ് എത്തിയ ആൾ നമ്മൾ കുറേ കഠിനാധ്വാനം ചെയ്ത് ഞാൻ ഇങ്ങനെ ഉഷാറായ ഒരാളാണ്, ഞാൻ ഇപ്പോൾ വലിയ മഹത്വത്തിൽ എത്തിച്ച ആളാണ് നമ്മൾ കരുതരുത്. അള്ളാഹ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. ഫ്രീ ആയിട്ട് തന്നതിനെ കുറിച്ച് നമുക്ക് കിബറുണ്ടാവരുത്, ഒന്നിനും പറ്റിയും കിബറുണ്ടാവരുത്. അപ്പോൾ ഫ്രീ ആയിട്ട് പിന്നെ പറഞ്ഞതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. വഹുലിക്കൽ ഇൻസാന ലഈഫ. പിന്നെ അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ബ്രഹ്മന്യാസങ്ങളുടെ എക്സ്ട്രാ വ്യാഖ്യാനം കേട്ടോ. ഓരോന്നും നേരത്തെ പറഞ്ഞ ആദ്യം ചെറിയൊരു വ്യാഖ്യാനം കൊടുത്ത് അതിനെ പിന്നെ ഓരോന്നിനെ എടുത്ത് വ്യത്യസ്തമായ വ്യാഖ്യാനം, കുറച്ചും കൂടി വിശാലമായ വ്യാഖ്യാനം കൊടുക്കുകയാണ്. വഹുലിക്കൽ ഇൻസാന ലഈഫ. അള്ളാഹു മനുഷ്യനെ പഠിച്ചത് ലഈഫായിട്ടാണ്, ബലഹീനനായിട്ടാണ്. അന്ന തബാറക വ തആല ഹലക്കൽ അഷ്യാ മുതബായിനതൻ. അപ്പോൾ അള്ളാഹു സൃഷ്ടികളെ പഠിച്ചത്, അള്ളാഹു വസ്തുക്കളെ പഠിച്ചത് മുതബായിനത വ്യതിരക്തമായിട്ടാണ്, വ്യത്യസ്തമായിട്ടാണ് അള്ളാഹു എല്ലാ സൃഷ്ടികളെയും പഠിച്ചത്. അൽ മലക്കു നൂറാനിയുൻ. മലക്കുകളെ നൂറാനിയായി പ്രകാശം കൊണ്ടാണ് അള്ളാഹു പഠിച്ചത്. ഹയാത്തുഹു ഫിൽ ഇബാദത്തി ഫഖത്ത്. അവർ പരിപൂർണമായും അവരുടെ ജീവിതം മുഴുവൻ അവർ ഇബാദത്ത് ചെയ്യുന്നതിൽ മാത്രമാണ്. യസ്തമിറു അലാ ദാലിക്. അവരതിലിങ്ങനെ കണ്ടിന്യൂസ് ഇബാദത്തിൽ മാത്രം മുഴുകുന്ന അവസ്ഥയായിരിക്കും മലക്കുകൾക്ക് ഉണ്ടാകുക. ലാ യതഗയ്യർ. അതിൽ നിന്ന് അവർ മാറൂല. അവർ ഇബാദത്തിൽ തന്നെ തുടരായിരിക്കും, അവർക്ക് അതിൽ മാറാൻ പറ്റൂല. വൽ ബഹായിമ. എന്നാൽ നാൽക്കാലികൾ, കന്നുകാലികൾ, വൽ ഹയവാനാത്ത്, അതുപോലെ തന്നെ മൃഗങ്ങൾ, ഹയാത്തുഹും അവരുടെ ജീവിതം, ഫി ഷഹവാത്തിഹിം അവരുടെ ദേഹേച്ഛകളെ പിന്തുടരുന്നതായിട്ടാണ് കാണാൻ പറ്റുക. ഫഖത്ത് ദേഹേച്ഛകൾ മാത്രമേ അവർക്കുള്ളൂ. കന്നുകാലികൾ അവർ ജീവിക്കുന്നത് എന്തിനാ? കുറേ ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, എണ്ണ ചേരണം, മക്കൾ ഉൽപ്പാദിപ്പിക്കണം, ഇത് മാത്രം. അതാണ് ജീവികളുടെ ലോകം. എന്നാൽ അടിസ്ഥാനപരമായി ഇവരെല്ലാം അള്ളാഹിൻ്റെ ദിക്റിലാണ്. അത് വേറെ കാര്യം. കാരണം ഇത് അള്ളാഹിൻ്റെ ദിക്റിലായിരുന്നു ഇതൊന്നും പുറത്ത് വരില്ല. പക്ഷേ അവരുടെ ജീവിതം അള്ളാഹു സജ്ജീകരിച്ചത്, അള്ളാഹു അവരെ എന്തിനാണോ പഠിച്ചത് അത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ആ കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്നത് അതന്നെ അള്ളാഹിൻ്റെ ദിക്റാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുക? ഹയാത്തും ഫി ഷഹവാത്തിഹിം. അവരുടെ ദേഹേച്ഛകൾ പിന്തുടരുന്നതിൽ മാത്രമാണ്. വലാ യതഗയ്യറൂന അൻ ദാലിക്. അവരതിൽ നിന്നൊരിക്കലും മാറൂല. ആ ഒരു ദേഹേച്ഛകൾ പിന്തുടരുന്നതൊന്നും ഒരിക്കലും മാറൂല. വഖുലിക്കൽ ഇൻസാന ദഈഫ. എന്നാൽ മനുഷ്യൻ അള്ളാഹു പഠിച്ചത് എന്താണ്? ബലഹീനനായിട്ടാണ്. ബിഹൈസി ലാ യഖ്ദിറു അലാ ഹാലത്തൻ. മനുഷ്യൻ ഒരു ഹാലിൽ എപ്പോഴും നിൽക്കാൻ പറ്റൂല, ഒരേ ഹാലിൽ എപ്പോഴും നിലനിൽക്കൂല മനുഷ്യൻ. അത് ആത്മീയമായിട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരേ ആത്മീയാവസ്ഥയിൽ നല്ല റാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് താവും. നമ്മൾ പറയും എന്താ പറയുക, നല്ല അവസ്ഥയിലതിന് മുമ്പ് ഡൈന് അപ്പോൾ എനിക്ക് തീരെ പറ്റണില്ല. ഇത് മനുഷ്യൻ്റെ നാച്ചുറാണ്. ഒന്ന് പൊന്തും, കുറച്ച് കഴിയുമ്പോൾ താവും, പിന്നെയും പൊന്തും, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും മനുഷ്യന്. വലി ളഅഫിഹി വസല ഇലാ അല മഖാമിൻ. പക്ഷേ ഈ ഒരു ബലഹീനതയാണ് അവന് സ്ഥിരമായി ഒന്നിൽ നിലനിൽക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഈ ബലഹീനനാണ് വസല ഇലാ അല മഖാമിൻ, അവനെ ഉയർന്ന മഖാമിലേക്ക് ഉയർത്തുന്നത്. അൽ ഇൻസാനു ലമ്മ ളഅഫു. മനുഷ്യൻ പിന്നെ ബലഹീനനായതുകൊണ്ടാണ് തജിദുഹു താറത്തൻ എത്തബിയോ ഷഹവാത്ത് കാന്നഹു ബഹീമത്തൻ. അവന് ചില സമയങ്ങളിൽ തൻ്റെ ദേഹേച്ഛകളെ പിന്തുടരുന്നവനായിട്ട് കാണാൻ പറ്റുന്നത്. കാന്നഹു ബഹീമത്തൻ, അവനൊരു മൃഗത്തിനെന്ന പോലെ. അപ്പോൾ ചില സമയങ്ങളിൽ അവന് മൃഗത്തിനെന്ന പോലെ, മൃഗമാണെന്ന പോലെ എന്ത് ചെയ്യും, അവൻ്റെ ദേഹേച്ഛകളെ പിന്തുടരുന്ന അവസ്ഥയിൽ കാണും. എന്താണ്? താറത്തൻ യൗക്കുൽ. ചില സമയങ്ങളിൽ അവൻ ഭക്ഷണം കഴിക്കും. മൃഗത്തിൻ്റെ സ്വഭാവമാണല്ലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വതാറത്തൻ യങ്കിഹു വയഷർബ്. അവൻ എണ്ണ ചേരുന്നതായിട്ടും പിന്നെ അത് വെള്ളം കുടിക്കുന്നതായിട്ടും ഒക്കെ കാണാൻ പറ്റും. അതും പിന്നെ എന്താണ്? മൃഗങ്ങളെ സ്വഭാവമാണ്, എണ്ണ ചേരുന്നതും വെള്ളം കുടിക്കുന്നതും. വതാറത്തൻ യാദോബ്. ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വതാറത്തൻ യംകുറു. ചിലപ്പം തന്ത്രം മെണിയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മൃഗത്തിൻ്റെ സ്വഭാവമാണ്. വതാറത്തൻ യുസല്ലി. അതേസമയം നമുക്ക് കാണാൻ പറ്റും അവരെ യുസല്ലി, നിസ്കരിക്കുന്നവനായിട്ട്. വയദ്കുറുല്ലാഹ്, അള്ളാഹിൻ്റെ ദിക്ർ പിന്നെ ചൊല്ലുന്നവനായിട്ട്. യതഅബ്ബദു കഅന്നഹു മലക്ക്. അങ്ങനെ അവൻ ഇബാദത്ത് ചെയ്യുന്നവനായിട്ടും കാണാൻ പറ്റും. കഅന്നഹു മലക്ക്, മലക്കിൽ നിന്ന പോലെ. ചില സമയത്ത് അവൻ ഭക്ഷണം കഴിക്കും, എണ്ണച്ചേരും, വെള്ളം കുടിക്കും, ദേഷ്യം പിടിക്കും, ഇതൊക്കെ ചെയ്യും മൃഗത്തിനെ പോലെ. ചില സമയത്ത് അവൻ എന്തു ചെയ്യും?
ദിക്റിലും ഇബാദത്തിൽ മുഴുകും, സലാത്തിലും നിസ്കരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തിനെ പോലെ? ഒരു മലക്കിനെ പോലെ. വഹാദ തഅയ്യുർ, അതാ തഅയ്യുറുൻ ലൈസ ഇല്ലാ ഫിൽ ഇൻസാൻ. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ, ലൈസ ഇല്ലാ ഫിൽ ഇൻസാൻ, അത് മനുഷ്യനല്ലാതെ ഒന്നിനുമില്ല. അൽ മലക്കു ലാ യഖ്ദുറു അൻ യതഖല്ലബ ഇലാ ഹാലത്തിൽ ഹയവാനാത്ത്. മനുഷ്യനൊരിക്കലും ഒരു മലക്കിനൊരിക്കലും ഒരു മൃഗത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറാൻ സാധിക്കൂല. വൽ ഹയവാനാത്തി ലാ തഖ്ദുറു അൻ തതഖല്ലബ ഇലാ ഹാലത്തിൽ മലക്ക്. അതുപോലെ തന്നെ മൃഗത്തിനൊരിക്കലും ഒരു മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് ആവാനും സാധിക്കില്ല. ഒരു മലക്ക് ഇങ്ങനെ ദേഹേച്ഛകളെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു മൃഗം ഒരിക്കലും ഇബാദത്തിൽ മുഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. വൽ ഇൻസാൻ എന്ന മനുഷ്യനാവട്ടെ താറത്തൻ മലക്കുൻ വ താറത്തൻ ഹയവാൻ. മനുഷ്യനാണ് കുറച്ച് മലക്കും കുറച്ച് മൃഗവും. അപ്പോൾ കുറച്ച് മലക്കും കുറച്ച് മൃഗത്തിൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യനെ അള്ളാഹ് ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്താണ്, അതിനെ ശരീഅത്തിൻ്റെ അതിർവരമ്പുകളിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല താമസ സ്ഥലത്ത് കിടന്നുറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ വിവാഹങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മക്കളെ ഉൽപ്പാദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനെ ഈ ശരീഅത്തിൻ്റെ ബൗണ്ടറിയിൽ കൊണ്ടുവരണം. അങ്ങനെ ആകുമ്പോൾ അതൊക്കെ അള്ളാഹ് ഉദ്ദേശിച്ചത് തന്നെയാണ്. അള്ളാഹ് നമ്മളെ മലക്കാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ മലക്കിനെ പോലെ ജീവിക്കണം എന്ന് അള്ളാഹ് നമ്മളടുത്ത് ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതെല്ലാം മലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മൃഗത്തിനെ പോലെ ജീവിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല. രണ്ടിനെയും കമ്പൈൻ ചെയ്യണം. ലിളഅഫിൽ ഇൻസാൻ ലാ യഖ്ദിറു അലാ ഹാലത്തിൻ. ഈ പിന്നെ മനുഷ്യൻ്റെ ഈ ബലഹീനത കൊണ്ടാണ് അവന് ഒരു പ്രത്യേക ഹാലിൽ തന്നെ തുടർന്ന് പോകാൻ പറ്റാതെ. ഇത് അഹബ്ബൽ അഷിയാഉ ഇലൈഹിൽ അൽ അഖ്ലു. ഇനിയിപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുക്കാം. അഹബ്ബൽ അഷിയാവ്, മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അൽ അഖൽ, ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഇതാ വുളി അൽ അഖലു ബൈന യദൈക. ഇനി അവൻ്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാൽ ഷറാഅത്ത തഅക്കുലു, എന്നിട്ട് അവനത് തിന്നാൻ തുടങ്ങിയാൽ ലാ യുംലി നിസ്ഫു സഅത്തിൻ, അവനത് തുടരാൻ പറ്റൂല. ഒരു അരമണിക്കൂറിൽ കൂടുതലൊന്നും തുടരാൻ പറ്റൂല. ഇല്ലാ വ അജസ്തു അനിൽ അക്കൽ. അങ്ങനെ പിന്നെയുള്ള അവൻ്റെ ഭക്ഷണം തന്നെ അവൻ അശക്തനായിരിക്കും ഭക്ഷണം കഴിക്കാൻ. അതായത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ഭക്ഷണം മുമ്പിൽ കൊണ്ടു ഭയങ്കര കൊതിയുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ. വിശക്കുമ്പോൾ ഒക്കെ നല്ല ഭക്ഷണം കിട്ടിയാൽ എന്ത് രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണം മുമ്പിൽ കൊണ്ടുപോയി നമ്മൾ തിന്നാൻ തുടങ്ങി. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ എന്താ നമ്മളെ അവസ്ഥ? അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അരമണിക്കൂറൊക്കെ വേണ്ടി വരില്ല. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മടുക്കും. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് തിന്നാനേ പറ്റൂല. നമ്മൾ അതിൽ നിന്ന് നമുക്ക് അശക്തനായി മാറും. തിന്നുക എന്ന് പറയുന്നത് ഉള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നും. ഷുർബു കദാലിക്, അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതും. ഷഹവത്തു നിസാ കദാലിക്, അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതും. ഇതൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഭയങ്കര ഉഷാറുണ്ട്. പക്ഷേ കുറച്ചൊരു ദൈർഘ്യത്തിൽ നമ്മൾ അതിനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മടുക്കുന്ന സ്വഭാവമായിരിക്കും. അതുപോലെ ഇതാ വഖഫ്ത, നമ്മൾ നിന്നാൽ അജസക്കൽ വഖൂഫ്, നമ്മൾ നിൽക്കുന്നത് മടുക്കും. നിന്ന് കാല് കൊഴിഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, നിൽക്കുന്നത് മടുക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇജാ ജലസ്ത ലാ യഖ്ദിറു അൻ തസ്തമിറ അലൽ ജുലൂസ്, നമ്മളിനി ഇരിക്കാൻ തുടങ്ങിയാലോ ലാ യഖ്ദിറു അൻ തസ്തമിറ അലൽ ജുലൂസ്, ഇങ്ങനെ നിരന്തരം ഇരിക്കുക എന്ന് പറയുന്ന സംഭവം നമുക്ക് പറ്റാതെയാവും. നമ്മൾ ഈ ചില പിന്നെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു തടങ്കലിലാക്കുക എന്നുള്ളതൊക്കെയാണ്. നമ്മൾ വിചാരിക്കും ഇരിക്കാൻ ഭയങ്കര സുഖമാണ്, കുറേ ഇരുന്നാൽ നമുക്ക് മടുക്കും. അപ്പോൾ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരാക്കലാണ് വലിയൊരു ശിക്ഷയായിട്ട് പറയാറുള്ളത്. അതുപോലെ ഇതാ ഇസ്തജഅത, അതുപോലെ തന്നെ കിടക്കാൻ ഇങ്ങനെ ചാരി കിടക്കാൻ ഉദ്ദേശിച്ചാൽ ലാ തഖ്ദിറു അൻ തസ്തമിറു അലാ ദാലിക, അതിലും നമുക്ക് കണ്ടിന്യൂസ് ആയി ചാരി കിടക്കാൻ പറ്റില്ല, ഒന്ന് മാറേണ്ടി വരും നമുക്ക്. ഇതാ നിംത, ഇനി നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അജസ്തു അനിന്നവും, നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം നമ്മൾ മടുക്കും. ഉറങ്ങി മടുക്കലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. ഇനി നമ്മൾ ഉണർന്നാലോ
അജസ്താനിൽ യക്കൽത്ത, നമുക്ക് എന്തു ചെയ്യും, ഉണർന്നിട്ടും മടുക്കും, കുറച്ച് ഉറങ്ങാൻ തോന്നിപ്പോവും. ഇതൊക്കെ മനുഷ്യൻ്റെ ബലഹീനതയാണ്. കുല്ലമാ ഫഅൽ ഇൻസാന, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ലാ യസ്തമിർ അലൈഹി ഇല്ലാ അജസ അൻഹു ലിദഅഫി, അവന് ഇതിലൊന്നും നിരന്തരം കണ്ടിന്യൂസായി നിൽക്കാൻ പറ്റില്ല. ഇല്ലാ അജസ അൻഹു ലിദഅഫി, അവൻ്റെ ബലഹീനത കൊണ്ട് അവന് അശക്തനാവുന്നത് വരെ, അവന് മടുപ്പുണ്ടാവുന്നത് വരെ. അപ്പോൾ ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്താലും കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബലഹീനത കൊണ്ട് അവന് മടുക്കും. വലിഹാദി, ഈ ഒരു ബലഹീനത കൊണ്ടാണ് അല്ലാഹു തബാറക വതആല, അള്ളാഹിൻ്റെ സഹായം ആവശ്യമായി വരുന്നതും അള്ളാഹു സഹായം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ബലഹീനത ഉള്ളതുകൊണ്ട് അള്ളാഹിൻ്റെ സഹായം അവിടെ അത്യാവശ്യം. നമുക്ക് ഒന്നും നിരന്തരം നിലനിർത്താൻ സാധിക്കില്ല. അത്താ സാറ ഹൈറുൽ ബരിയ, അങ്ങനെ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് നമ്മൾ എന്താവും, ഏറ്റവും ഉന്നതരായ സൃഷ്ടികളായി മാറും. അള്ളാഹു യഖൂൽ, അള്ളാഹു പറഞ്ഞു, അനൽ മാലിക് ഹയ്യുൻ മലിക്കുൻ ഹയ്യുൻ ലാ അമൂത്ത്, ഞാൻ രാജാവാണ്, എന്നും ജീവിക്കുന്നതാണ്. ലാ അമൂത്ത്, ഞാൻ മരിക്കുകയില്ല. ഇബ്നു ആദം സന്തതികൾ, ഇദാ അതാതനി, അവരെന്നെ അനുസരിച്ചാൽ, ജഅൽതഹു മലിക്കൻ, അവരെ ഞാൻ രാജാവാക്കും, ഹയ്യൻ, എന്നും ജീവിക്കുന്ന, ലാ തമൂത്ത്, ഒരിക്കലും മരിക്കാത്ത രാജാവായി മാറും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത രാജാവാണ്. ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ എന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത രാജാവാണ്. എന്നാൽ അതിനർത്ഥം അവർ ഉറങ്ങിയിരുന്നില്ല എന്നോ ഭക്ഷണം കഴിച്ചില്ല എന്നൊന്നുമല്ല. അവർ അള്ളാഹിനനുസരിച്ചു, വിഷയത്തിലൊക്കെ ഉറങ്ങുന്നില്ല അള്ളാഹിനനുസരിച്ചു, ഉണരുന്നില്ല അള്ളാഹിനനുസരിച്ചു, ഭക്ഷണം കഴിക്കുന്ന അള്ളാഹിനനുസരിച്ചു, വിവാഹം കഴിക്കുന്ന അള്ളാഹിനനുസരിച്ചു, അങ്ങനെ എല്ലാ വിഷയത്തിലും അള്ളാഹിനനുസരിച്ചു. അപ്പോൾ അവരല്ലാഹു എന്ത് ചെയ്തു, രാജാവാക്കി, ഒരിക്കലും മരിക്കാത്ത രാജാവാക്കി. അപ്പം അള്ളാഹിനത് സാധിക്കും. അപ്പം അത് ബലഹീനത ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അള്ളാഹിനെ അനുസരിച്ചാൽ മനുഷ്യൻ അള്ളാഹു അങ്ങനെ ആക്കി തീർക്കും. വിദാലിക യകൂനു ഹൈറുൽ ബരിയത്തി, അങ്ങനെയാണ് അവർ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സൃഷ്ടിയായി മാറുന്നത്. അബിഹാദ ലഅഫി ഐദൻ യുഫ്സിദുൽ ഇൻസാൻ, ഈ ഒരു ബലഹീനത കൊണ്ട് തന്നെയാണ് മനുഷ്യൻ മോശപ്പെടുന്നതും. ഹത്താ യസീറു ഷർറുൽ ബരിയ, അങ്ങനെ അവനായിത്തീരും ഷർറുൽ ബരിയ, ഏറ്റവും മോശപ്പെട്ട അടിമയായിട്ട്, ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയായിട്ട്. ലിയാന്നോ, കാരണം ലാ യഖ്ദിറു അലാ ഹാലത്തിൻ, കാരണം ഒരു അടിമക്കും ഒരു സൃഷ്ടിക്കും ഒരു മനുഷ്യനും അതിൽ നിലനിന്ന് പോകാൻ പറ്റൂല. ഇതാ ഫഅല ഫാഹിഷത്തൻ, അവനൊരു മോശപ്പെട്ട കാര്യം ചെയ്താൽ, എന്തക്കലു മിൻഹ, അവന് മാറേണ്ടി വരും, ഇലാ ഫാഹിഷത്തൻ ഉഖ്റാ, അതിനേക്കാൾ മോശപ്പെട്ട കാര്യം. ഒരാളിപ്പോൾ മോശപ്പെട്ട ആളായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ മോശത്തിൽ ഒരിക്കലും അവന് നിൽക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഈ ചെറിയ മോശം ചെയ്ത് അങ്ങനെ ജീവിക്കാം, അങ്ങനല്ല. ചെറിയ മോശത്തൊന്നും ഒരിക്കലും ആ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ മോശത്തിലാണെങ്കിൽ ആ മോശത്തിന് അതിനേക്കാൾ വലിയ മോശം, അതിനേക്കാൾ വലിയ മോശം, അങ്ങനെ പോകേണ്ടി വരും. എന്തക്കലു മിൻഹ, അവന് മാറേണ്ടി വരും, ഇലാ ഫാഹിഷത്തൻ ഉഖ്റാ, ഏറ്റവും അതിനേക്കാളും മോശപ്പെട്ട കാര്യത്തിലേക്ക്. ഫയൻ തക്കലു മിൻഹ, പിന്നെ അതിനേക്കാൾ മോശപ്പെട്ട കാര്യത്തിലേക്ക് അങ്ങനെ അവനിങ്ങനെ മാറേണ്ടി വരും. വലാ യസ്അമു ഇൻസാൻ അബദൻ, ഒരിക്കലും ഈ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ എന്താവില്ല, ഒരു മടുപ്പ് അനുഭവപ്പെടില്ല. അവന് ആ തെറ്റ് നിന്ന് വലിയ തെറ്റ്, അതിനേക്കാളും വലിയ തെറ്റ്, അതിനേക്കാളും വലിയ തെറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലാ യഫ്അലു ഷർറൻ ഇല്ലാ വതമന്ന അൻ യഫ്അല ഷർറൻ മിൻ ദാലിക, ഒരു ഷർറും അവൻ ചെയ്യൂല, അതിനേക്കാളും വലിയ ഷർറ് അവൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ. അപ്പോൾ അതിനേക്കാളും വലിയ ഷർറ്, അതിനേക്കാളും വലിയ ഷർറ് എന്ന് പറഞ്ഞിട്ടേക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹത്താ യസീറു ഷർറുൽ ബരിയ, അങ്ങനെ അവനായിത്തീരും ഏറ്റവും മോശപ്പെട്ട ആൾ. ഫലിഹാദ വസ്ഫുൽ ഇൻസാൻ ബി അന്നഹു ഖൈറുൽ ബരിയ വസ്ഫു അന്നഹു ഷർറുൽ ബരിയ. അപ്പോൾ ഒരു മനുഷ്യന് ലൈഫാണ്, ബലഹീനനാണെന്നുള്ള കാരണം കൊണ്ടാണ് അവന് ഏറ്റവും നല്ല സൃഷ്ടിയായി മാറിയത്. അതേ കാരണം കൊണ്ട് തന്നെ അവന് ഏറ്റവും മോശപ്പെട്ട സൃഷ്ടിയാവും. ഹാദാ ലിദാഫി, കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് അവൻ്റെ ബലഹീനത കൊണ്ടാണ്. ഹാദാ ലഹ്ഫു മദ്ഹും ഫി ഹഖി മൻ അഹബ്ബല്ലാഹ്, അള്ളാഹിനെ സ്നേഹം വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബലഹീനത എന്ന് പറയുന്നത് അവർക്കുള്ളൊരു മദ്ഹാണ്, അവരെ പ്രകീർത്തിക്കുന്ന ഒന്നാണ്. ഈ ബലഹീനനാണ് എന്ന് പറയുന്നത് അവർ പ്രകീർത്തിക്കുന്നതാണ് അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. വദമ്മുൻ ഫീ ഹഖി മൻ അബ്അദല്ലാഹു തബാറക വതആല, എന്നാൽ അള്ളാഹു വെറുക്കുന്നവരെ വിഷയത്തിലോ അത് അവർക്കുള്ള അപകീർത്തനവുമാണ്, അവർ മോശപ്പെടുത്തലുമാണ്. അവർ ബലഹീനരാണ് എന്ന് പറയുന്നത് അവർ മോശപ്പെടുത്തലാണ്. എന്നാൽ അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആ ബലഹീനത അവർക്ക് നന്മയാണ്, നല്ലതാണ്.
അവരെ പ്രകീർത്തിക്കുന്നതാണ്. ഖാലൽ ഖൽബിയു, ബഹുമാനപ്പെട്ട കൽബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വഖുലിക്കൽ ഇൻസാനു ദഈഫ, അള്ളാഹു മനുഷ്യനെ പഠിച്ചു ദഈഫാക്കിയിട്ട് ബലഹീനനാക്കി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഐ ലാ യസ്ബിറു അന്നിസാ, അവർക്ക് ഒരിക്കലും പെണ്ണുങ്ങളിൽ നിന്ന് അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. കാല സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, മാ യൈസ ശൈത്താനു മിൻ ഇബ്നി ആദം, ഈ ശൈത്താന് വിരസത അനുഭവിച്ചാൽ, ഇബ്നി ആദം ഒരിക്കലും ശൈത്താൻ വിരസത അനുഭവിക്കൂല. ആദം സന്തതികളുടെ വിഷയത്തിൽ ശൈത്താൻ വിരസത അനുഭവിക്കൂല. എല്ലാ ആത്താഹു മിൻ ഖിബലിൻ നിസാ, പെണ്ണിൻ്റെ രൂപത്തിൽ അവൻ്റെ മുമ്പിൽ പിന്നെ ശൈത്താൻ വന്നിട്ടല്ലാതെ. അതായത് ഒരു 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 മനുഷ്യനെ അള്ളാഹു പേപ്പിക്കാൻ ഉദ്ദേശിച്ചു, അല്ല, ഒരു ശൈത്താൻ ഈ മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വഴികളും സ്വീകരിച്ചു. ആ വഴികളിലൊന്നും അവന് പേപ്പിക്കാൻ സാധിക്കുന്നില്ല. അവസാനം അവന് പേപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ അസ്ത്രമാണ് പെണ്ണ് എന്ന അസ്ത്രം. അതിൽ അവൻ അവഗും. അപ്പോൾ മായ ഐസൽ ഇൻസാനു മിൻ ഇബ്നി ആദം, ഒരു മനുഷ്യന്, അതുകൊണ്ടാണ് ശൈത്താന് വിരസത വരില്ല. ഈ ആയുധം ഉപയോഗിച്ചാൽ എന്തായാലും വീഴുന്ന് തോന്നുന്നത്. അതിനർത്ഥം എല്ലാവരും വീഴുന്നല്ല കേട്ടോ, ഇത് പൊതുവിൽ പറയുന്നൊരു വാക്കാണ് മനുഷ്യനെ കുറിച്ച്. ഖദ് അതാ അലയ്യ സമാനൂന സനത്തൻ, സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, എനിക്ക് 80 വയസ്സായി. ദഹബത ഇഹ്ദാ ഐനയ്യ, എൻ്റെ കണ്ണുകളിലൊന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. വന ആഷു ബിൽ ഉഖ്റാ, എൻ്റെ രണ്ടാമത്തെ കണ്ണുകൊണ്ടാണ് ഞാൻ മങ്ങിയ രൂപത്തിൽ കാണുന്നത്. വൈന്ന അഹ്വഫ മാ ഹാഫ്, എന്നാൽ ഈ ഒരു അവസ്ഥയിലും, എനിക്ക് 80 വയസ്സായി ഈ ഒരു അവസ്ഥയിലും ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി അലാ നഫ്സി, എൻ്റെ വിഷയത്തിൽ ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഫിത്നത്തു നിസാ, പെണ്ണുങ്ങളുടെ ഫിത്തനയാണ്. പെണ്ണുങ്ങൾ എന്നെ വഞ്ചിക്കുന്നതാണ്, ഞാൻ അവരിൽ അകപ്പെടുന്നതാണ്. അതാണ് ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ പേടി. ഹുൽക്കൽ ഇൻസാൻ ലഈഫ, നീ ഹുൽക്കൽ ഇൻസാൻ ലഈഫ എന്ന് പറഞ്ഞതിന് ഫീ കുല്ലി ഷൈഇൻ, മനുഷ്യൻ പിന്നെ ബലഹീനനാണ് എല്ലാ വിഷയത്തിനും. ലിഅന്ന ഖുലിക മിൻ ലഅഫ്, പിന്നെ അള്ളാഹു മനുഷ്യനെ പഠിച്ചത് തന്നെ ബലഹീനനായിട്ടാണ്. വയഊലു ഇലാ ലഅഫി, മനുഷ്യൻ മടങ്ങുന്നതും ബലഹീനനായിട്ട് തന്നെയാണ്. അസീറു ജൗഅത്തി, അവൻ്റെ വിശപ്പിൻ്റെ തടങ്കലിലാണ്. സ്വരീഹു ശബഅത്തി, അതുപോലെ തന്നെ വയറ് നിറച്ച് അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് താല്പര്യപ്പെടുന്ന അതിൻ്റെ പിന്നെ പിടുത്തത്തിലാണ് അവനുള്ളത്. ഹുസൂസൻ അൻ ഷഹവത്ത് നിസാ, പ്രത്യേകിച്ചും സ്ത്രീകളുമായുള്ള ആഗ്രഹങ്ങൾ അവന് ഭയങ്കര തൃപ്തിയുള്ള കാര്യമാണ്. അതിൻ്റെ തടങ്കലിലാണ് അവനുള്ളത്. ഫൈനഹു ലാ യസ്ബിറു അനിൽ ജിമാ, അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ഇണചേരുന്നതിൽ അവന് ഒരിക്കലും ശബർ ചെയ്യാൻ പറ്റൂല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ശബർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല. പെണ്ണുങ്ങൾക്ക് പല വിഷയത്തിലും സബർ ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് സബർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പോലെ അല്ല നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരേപോലെ നിയമങ്ങളാണെന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. ഒരേപോലെ നിയമങ്ങളല്ല, ഒരേപോലെ അവസ്ഥകളുമല്ല. പെണ്ണ് വേറെ, ആണ് വേറെ. പെണ്ണിനെ അല്ലാഹു പഠിച്ച അച്ചിലല്ല ആണിനെ പഠിച്ചത്, ആണിനെ പഠിച്ച അച്ചിലല്ല പെണ്ണിനെയും പഠിച്ചത്. പുരുഷനെ എന്ത് ചെയ്യാൻ പറ്റൂല, പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. ഫൈനഹു ലാ യസ്ബിറു അനിൽ ജിമാ, അവരുമായിട്ട് ഇണചേർന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. വലാ യകൂനു ഫി ഷൈഇൻ അളഫു മിൻഹു മിൻ അംരി നിസാ, കാരണം പെണ്ണുങ്ങളുടെ വിഷയത്തിനേക്കാളും അവരെ ലൈഫാക്കുന്ന, ബലഹീനനാക്കുന്ന വേറെ ഒരു വിഷയവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് ആണുങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത അത് പെണ്ണുങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഞാനൊരു കിതാബിൽ ഞാനിങ്ങനെ വായിച്ച ഓർമ്മയുണ്ട്. പെണ്ണുങ്ങൾ നിലനിന്ന് പോകുന്നത്, ആളുകൾ കല്യാണം കഴിക്കുന്നത്, കുട്ടികളുണ്ടാകുന്നതൊക്കെ പിന്നെ ഈ ഒരു ബലഹീനത കൊണ്ടാണെന്ന്. ഒരിക്കലും പെണ്ണുങ്ങളെ 90% പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. പെണ്ണുങ്ങളെ പെടുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ്. കാരണം പെണ്ണുങ്ങൾക്ക് ഈ അസൂയ, കുശുമ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കല, ഒരു സ്ഥലത്ത് കേട്ടത് അവിടെ പോയി പറയല്, അവിടെ കേട്ടത് ഇവിടെ പോയി പറയല്, ഇതൊന്നും ആണുങ്ങൾക്ക് ഇല്ല എന്നല്ല പറയണത്. പെണ്ണുങ്ങൾക്കാണിത് കൂടുതൽ. അതുപോലെ പിന്നെ നമ്മൾ വിശ്വസിക്കാതെ എപ്പോഴും ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ കാണൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പെണ്ണുങ്ങൾ ആന്തരികമായിട്ടുണ്ട്, അവരുടെ
അവരിൽ കുടുംബജീവിതം നയിക്കുന്നുണ്ടല്ലോ, അവർ പിന്നാലെ നടക്കുന്നുണ്ട്. അത് അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു പ്രിവിലേജാണ്. ആണുങ്ങളുടെ ഹൃദയത്തിൽ പെണ്ണുങ്ങളോട് ഇങ്ങനത്തെ ഒരു ബലഹീനത അള്ളാഹ് ഇട്ട് കൊടുത്തു. ഇത് ഇട്ടുകൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ആണുങ്ങളോടൊക്കെ തോന്നുന്ന പോലെ ജനറലായ സ്നേഹം പെണ്ണുങ്ങളോട് തോന്നില്ലെങ്കിൽ ആരും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കില്ല, പെണ്ണുങ്ങളോട് ജീവിക്കില്ല. അപ്പോൾ അള്ളാഹു അവരുടെ ഉള്ളിലൊരു പെണ്ണുങ്ങളോടുള്ള ബലഹീനത ഇട്ടോട്ടു. എന്ത് ബലഹീനതാണ്? ഏറ്റവും വലിയ ബലഹീനതാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇത് ഏറ്റവും വലിയ ബലഹീനത ആയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഭക്ഷണമാണ് ഏറ്റവും വലിയ ബലഹീനത എന്ന് വിചാരിക്കുക. അപ്പോൾ പെണ്ണില്ലെങ്കിൽ സാരമില്ല, കുറേ ഭക്ഷണം കഴിച്ചാൽ മതി ചിന്തിക്കും. ഉറക്കാണ് ഏറ്റവും വലിയ ബലഹീനത വിചാരിക്കുക, അല്ലെങ്കിൽ നല്ല വീട് താമസിക്കുന്നതാണ് ഏറ്റവും വലിയ ബലഹീനത വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല കാറും ജോലി ഉണ്ടായാലാണ് ഏറ്റവും വലിയ ബലഹീനത എന്ന് വിചാരിക്കുക. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അതിലെ ആണുങ്ങളും ഒഴിക്കും. പക്ഷെ അതൊന്നുമല്ല, ഇതൊക്കെ കിട്ടിയാലും അവരെ ഏറ്റവും വലിയ ബലഹീനത സ്ത്രീയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കി അതിന് വേണ്ടി നിൽക്കാൻ വേണ്ടി തയ്യാറാവും. ഉബാദത്ത് ബിൻ ളാമിത്ത് റളിയല്ലാഹു അൻഹു ഉബാദത്ത് ബിൻ ളാമിത്ത് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ലാ തറൂനി അന്നി ലാ അഖൂമു ഇല്ലാ റിഫ്ദൻ, നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കൂല, എനിക്ക് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇല്ലാ റിഫ്ദൻ, എനിക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഒരാളെ സഹായത്തോടു കൂടി നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, വയസ്സായ ആളുകൾക്ക് നിൽക്കാൻ ഒരാളെ സഹായത്തോടു കൂടിയല്ലേ പറ്റുള്ളൂ. വല ആക്കുലുൻ ഇല്ലാ മാ ലുയ്യിന ലീ, എനിക്ക് തിന്നാൻ സാധിക്കില്ല, ഇങ്ങനെ വായുകൊണ്ട് ഇങ്ങനെ അമർത്തി തിന്നാൻ സാധിക്കില്ല. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഇങ്ങനെ നമ്മളുണ്ടല്ലോ ജ്യൂസൊക്കെ അടിച്ചിട്ട് കൊടുക്കല്ലേ, മൃദുവാക്കിയിട്ട് കുട്ടിയൊക്കെ കൊടുക്കണ പോലെ കൊടുക്കണ്ടല്ലോ, അതുപോലെ മൃദുവാക്കി കൊടുക്കണം. വഖദ് മാത്ത സാഹിബി, എൻ്റെ ലൈംഗിക അവയവം മരിച്ചു പോയിട്ടുണ്ട്. അതിന് ഇതൊക്കെ എൻ്റെ അവയവം മരിച്ചു പോയിട്ടുണ്ട്. മുന്തുതമാൻ, എത്രയോ മുമ്പ്, അതായത് അതിന് ശേഷിയൊന്നുമില്ല. വലാ യസിറുനി, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അന്ന ഖൽവത ബിംറഅത്തിൻ ലാ തഹില്ലുലി, എനിക്ക് ഹലാലല്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ ഞാൻ ഒറ്റക്കാവാന്ന് പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയിലാണെങ്കിൽ പോലും അന്നലി മാ തത്ലു അലൈഹി ഷംസു, ഇനി എനിക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ലഭിച്ചാൽ പോലും, എനിക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാം ലഭിച്ചാൽ പോലും ഞാൻ എൻ്റെ ഒരു ഹലാലല്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ ഒറ്റക്കാവാൻ ഇഷ്ടപ്പെടുന്നില്ല. മഹാഫഹോ ഐ യഅതീനി ശൈത്താന ഫയുഹരിക്കുഹു, അങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ ഒറ്റക്കായാൽ അവളിലൂടെ എന്നിലേക്ക് ശൈത്താൻ വരുന്നതും എൻ്റെ ദേഹേച്ഛകൾ ഉണർത്തുന്നതും ഞാൻ പേടിക്കുന്നു. അല അന്നഹു ലാ സമഅ വലാ ബസർ, ഇനിയിപ്പോൾ എനിക്ക് കേൾവിയും കാഴ്ചകളില്ലെങ്കിൽ പോലും, ഞാൻ കേൾവിയും കാഴ്ചയൊന്നുമില്ലാത്ത, എനിക്ക് ഒന്നിനും കഴിവില്ലാത്ത ആളാണെങ്കിൽ പോലും ഇത് ഞാൻ ആഗ്രഹിക്കില്ല. കാരണം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത. ഇനി ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ നിർത്താം. ഇതുവരെ നമ്മളതിൻ്റെ ലാഹിറായ ഒരു അർത്ഥത്തിലൂടെയാണ് കടന്നു പോയത്. കുറച്ചൊക്കെ ബ്രഹ്ന്യാസങ്ങൾ അതുമായിട്ട് ഉദ്ദേശിച്ച പിന്നെ വസലും വിശാലിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചെങ്കിലും ഇനി നമ്മൾ ബഹർ മദീദ് ഇബ്നു അജീബ് തങ്ങളുടെ ബഹർ മദീദിൽ പറഞ്ഞ ഇതിലുള്ള കുറച്ച് ഇഷാറത്തുകൾ, ആത്മീയമായ ഇഷാറത്തുകളാണ് നമ്മൾ നോക്കുന്നത്. ഇഷാറത്തിന് തന്നെ മലയാളത്തിൽ പ്രയോഗിക്കാം. യുരീദുല്ലാഹു യുബയ്യിൻ ലക്കും, ഇവിടെ അള്ളാഹു പറഞ്ഞു യുരീദുല്ലാഹു യുബയ്യിൻ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ, അത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? സുലൂഖു ത്വരീഖ ഇലാ ഐനു തഹ്ഖീഖ്, നിങ്ങൾ ഹഖീഖത്തിൽ എത്തിച്ചേരാൻ വേണ്ടി, ഹഖീഖത്തിൻ്റെ സത്ത അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ത്വരീഖത്താണ് അള്ളാഹു വ്യക്തമാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ത്വരീഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അതിലുള്ള ആത്മീയമായ വഴികളും യാത്രകളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഹഖീഖത്തിൽ എത്തിച്ചേരാൻ വേണ്ടി എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. യഹദീക്കും, പിന്നെ അവിടെ ഹിദായത്തിലാവണമെന്ന് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. യഹദീക്കും തുറൂഖുൽ ഉസൂൽ, ഈ ഉസൂൽ അള്ളാഹുവിൽ എത്തിച്ചേരുന്നതിൻ്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. കമാ ഹദാ മൻ കബ്ലിക്കും നിങ്ങളെ മുമ്പുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് ആക്കിയ പോലെ, നമ്മൾ മുൻഗാമികളായ ആരിഫീങ്ങൾക്കൊക്കെ അള്ളാഹു വഴി കാണിച്ചതുപോലെ ഈ ത്വരീഖത്തിൻ്റെ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. ബയതൂബ് ബിമാ ഹത്തറ ബിബാലിക്കും, അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതരാൻ ഉദ്ദേശിക്കുന്നു. ഹത്തറ ബിബാലിക്കും, നിങ്ങളെ ഹൃദയത്തിലുള്ളതിനെ. മിൻ ഫത്രത്തിൻ എന്നാൽ ഒരു മന്ദപ്പും ഒരു താൽക്കാലികമായ ഒരു നിശ്ചലമായ ഒരു അവസ്ഥയും. ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ ആത്മീയമായ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു മടിയും ഒക്കെ വരും.
ചിലപ്പോൾ ഒരു മന്ദപ്പ് വരും, നമ്മൾ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടി വരും, ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടാവും. നമുക്കൊന്ന് പിന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവും. നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്ന് പിന്നോട്ട് പോയിട്ടുണ്ടാവും, പണ്ടത്തെ പോലെ ആയിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ ഇബാദത്തിലും ഹിദ്മത്തിലും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ അത്ര ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, നമ്മളൊന്ന് പിന്നോട്ട് പോയിട്ടുണ്ടാവും. ആ പിന്നോട്ട് പോകുന്ന അവസ്ഥ അള്ളാഹു നമ്മൾ പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവയിൽ വഖഫത്തി, ചിലപ്പോൾ നമ്മൾ നിന്ന് പോയിട്ടുണ്ടാവും നമ്മളെ യാത്ര, നമ്മൾ അള്ളാഹനെ അനുഭവിച്ചിട്ടുണ്ടാവും, അള്ളാഹ് അറിയുന്നുണ്ടാവും, പക്ഷേ കുറച്ചങ്ങോട്ട് എത്തി ഇതൊക്കെ അനുഭവിച്ച് പിന്നെ നമ്മൾ നിന്ന് നമ്മൾ വേറെന്തിനോ നമ്മളെ ഷഹവാത്തിന് പിന്നാലെ പോയിട്ടുണ്ടാവും. ഇതിലൊക്കെ ഒന്ന് ഇബാദത്തും ഹിദ്മത്തും ഇതൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, നമ്മളതൊക്കെ നിർത്തിയിട്ടുണ്ടാവും, പൂർണ്ണമായ കുറേ കാലം നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അള്ളാഹു ഇതൊക്കെ നമുക്ക് ത്വരീഖത്തും ഹഖീഖത്തും അതിലേക്കുള്ള വഴിയും ഒക്കെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഞാൻ അവിടെ അഥവാ നമ്മളെ യാത്ര ഇങ്ങനെ നിന്ന് പോയ അവസ്ഥയിലാണെങ്കിൽ അത് നമുക്ക് തൗബ, ആ വിഷയത്തിൽ നമുക്ക് തൗബ കാണിച്ചു തരാൻ വേണ്ടിയാണ്, നമ്മുടെ അടുത്ത് നിന്നുള്ള തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു യുരീദു അൻ യതഅഫഫ, അല്ലാഹു യുരീദു അൻ യതഅത്തഫ, അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് കാരുണ്യം കാണിക്കാൻ വേണ്ടി, യതഅത്തഫ അലൈക്കും, നമുക്ക് കാരുണ്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ലിതർജിഉ ഇലാ ബികുല്ലിയതിഹിം, എന്തിനു വേണ്ടിയും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയും. അഹ്ലുൽ ഗഫലത്തി, എന്നാൽ ഗഫലത്തിന് അള്ളാഹനെ മറന്ന ആളുകൾ, അഹ്ലുൽ ഗഫല അള്ളാഹനെ മറന്ന ആളുകൾ, അൽ മുൻഹഖിമൂന ഫി ശഹവാത്ത്, അവർ ദേഹേച്ഛകളിൽ മുഴുകിയവരാണ്. അള്ളാഹനെ മറന്ന ആളുകൾ അവരുടെ ദേഹേച്ഛകളിൽ മുഴുകിയവരാണ്. യുരീദൂന മൈലക്കും, അവർ നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും, അവരാഗ്രഹിക്കും. ത്വരീഖൽ വസൂലി ഇലാ ഹദറത്ത് റബ്ബിക്കും, റബ്ബിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ പോകുന്നതും നമ്മൾ വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ത്വരീഖത്തൊക്കെ ഫോളോ ചെയ്ത് അള്ളാഹനെ അറിയണം എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ആത്മീയമായ വഴി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ദേഹേച്ഛകൾ പിന്തുടരുന്ന അള്ളാഹനെ മറന്ന ആൾക്കാർ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. അത് ചിലപ്പോൾ പണ്ഡിതന്മാർ വരെ ഉണ്ടാവും, ആ കഷ്ടപ്പെടുന്ന ആൾക്കാരിൽ പണ്ഡിതന്മാരെന്ന പേരിൽ നടക്കുന്നവർ വരെ ഉണ്ടാവും, സംഘടനക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മളെ ഇതിൽ നിന്ന് മാറ്റാൻ, നമ്മളെങ്ങനെയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ മൈലൻ അദീമ എന്നുള്ള ഖുർആനിൽ പറഞ്ഞത്. അതിൽ ആ സ്ഥലത്ത് ഏറ്റവും മോശപ്പെട്ട വഴിതെറ്റിക്കലാണത്. അങ്ങനെ ആ ത്വരീഖത്ത് നിന്ന് നമ്മളെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നത്. യുരീദുല്ലാഹു യുഖഫിഫാനുക്കും, അള്ളാഹു നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ത്വരീഖത്ത് ഫോളോ ചെയ്ത് അള്ളാഹിലേക്ക് യാത്ര ചെയ്യുന്നതും അള്ളാഹിൽ എത്തിച്ചേരുന്നതും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയാണ്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലൂടെയൊക്കെ പല ആൾക്കാർക്കും ത്വരീഖത്ത് പ്രവേശിച്ചാലുള്ള പേടി എന്താ അറിയോ? നമ്മൾ കാട് കയറുമോ, നമ്മളെ ഹാല് മാറുമോ, നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഭാര്യൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക, നമ്മൾക്ക് ഈ ഹാല് ഇനി എന്നും നിലനിൽക്കുമോ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാലിലായി നിന്നാൽ നാട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് എന്ത് കരുതും, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചിന്തകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു യുരീദുല്ലാഹു അൻ യുഖഫിഫാനുക്കും, നിങ്ങളതിന് ഈ ഹാലുകളും അവസ്ഥകളൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഫലാ യുഹമ്മിലുക്കും മിനൽ വാരിദാത്ത്, അള്ളാഹു നിങ്ങളെ ഭരമേൽപ്പിക്കുകയില്ല, നിങ്ങളെ ഏൽപ്പിക്കുകയില്ല. മിനൽ വാരിദാത്ത്, അള്ളാഹിൽ നിന്ന് വരുന്ന ഈ അനുഭവങ്ങളും ഹാലുകളും ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഭരമേൽപ്പിക്കുകയില്ല. ഇല്ലാമോ തുതീഖൂന താഖത്തഹും, നിങ്ങൾക്ക് താങ്ങാനുള്ളൊരവസ്ഥ വന്നിട്ടല്ലാതെ. നിങ്ങൾ പേടിക്കേണ്ട, അല്ലോ ഇതൊക്കെ വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതേ അതോ തരുള്ളൂ, താങ്ങാൻ പറ്റുന്നതേ കൊണ്ടെടുക്കാൻ അതോ തരുള്ളൂ. കർമ്മം കൊണ്ടാണെങ്കിലും ഹാല് കൊണ്ടാണെങ്കിലും താങ്ങാൻ പറ്റുന്ന അതോ തരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ വായിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെ അന്നഹും അഫാവ് ഇല്ല ഇൻ കവ്വാക്കും, കാരണം നിങ്ങളൊക്കെ തന്നെ മനുഷ്യന്മാരൊക്കെ തന്നെ ലോഫാക്കളാണ്, ബലഹീനരാണ്. ഇൻ കവ്വാക്കും, അവനെ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. അല്ലാഹുമ്മ ഖവ്വിന അലാ മാ നുരീദ്, അള്ളാഹു നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമുക്ക് ശക്തി നൽകട്ടെ. ഷെയ്ഖ് ദുആ ചെയ്യാണ്. വഅയ്യദ്നാ ഫീമാ തുരീദ്, അതുപോലെ തന്നെ അള്ളാഹു അവനുദ്ദേശിക്കുന്നതിൽ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന കാലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അവനെല്ലാം കഴിയുന്നവനാണ്.